കേൾക്കാം. കേൾക്കാം. നല്ല ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി പോകും തീരുമ്പോഴേ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കാണാമല്ലോ എല്ലാവർക്കും? കാണാം. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഇ ഓഫീസ് എന്താന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കാണുമല്ലോ. ഒന്നുമില്ല, നമ്മൾ ഫിസിക്കലായിട്ട് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഫയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഇ ഓഫീസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഒരു വെബ് ആപ്ലിക്കേഷൻ. നമ്മളെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നതാകുമ്പോൾ വാട്സാപ്പ് അതിനൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ആപ്ലിക്കേഷനിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷനാണ്. നമ്മളൊരു ബ്രൗസർ വഴിയായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത്. പ്രത്യേകിച്ച് ഇതിൽ വലുതായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മളെ മെയിൽ യൂസ് ചെയ്യുന്നത് പോലെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മളെ മെയിലിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ജസ്റ്റ് കൂടുതലായിട്ട് പറഞ്ഞ് ബോറാക്കത്തില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞ്. അതായത് വേറൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് പറയാം. എല്ലാവർക്കും ഓഫീസിന്റെ വർക്ക് ഫ്ലോ അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം ഒരുപാട് പേർക്ക് അതാണ് വിഷയം. ഇപ്പം നമ്മളെ ഓഫീസിലായിട്ട് നമുക്ക് ഇപ്പം ഇത് GH ഉണ്ട്, GID ഉണ്ട്. GH ആയാലും GID ആയാലും നമുക്ക് 3 ലോഗിനാണ് നമുക്ക് ഈ ഓഫീസിന്റെ അകത്ത് വരുന്നത്. ഈ ഓഫീസിന്റെ അകത്ത് വരുന്ന 3 ലോഗിൻ, ഒന്നെന്ന് പറയുമ്പോൾ CRU എന്ന് പറയുന്ന ഒരു ലോഗിൻ ആയിരിക്കും. CRU എന്ന് പറഞ്ഞാൽ തപാൽ സെക്ഷനാണ്. നമ്മുടെ ഓഫീസിന്റെ തപാൽ സെക്ഷനാണ്. അതായത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു ലെറ്റർ കൊണ്ടുതരുവാണെങ്കിൽ തപാൽ സെക്ഷൻ ആയിരിക്കും ആ ലെറ്റർ സ്വീകരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും ലെറ്റർ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ തപാൽ സെക്ഷനിൽ നിന്നായിരിക്കും നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. ഒരു ലോഗിൻ തപാൽ സെക്ഷനാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്കിന്റെ ലോഗിനാണ് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ CMOയുടെ ലോഗിനായിരിക്കും വരുന്നത്. ഇങ്ങനെ 3 ലോഗിനാണ് നമുക്ക്. ഇപ്പം GID ആയാലും GIH ആയാലും 3 ലോഗിനാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഫിസിക്കലായിട്ട് നമുക്കൊരു ഫയൽ, നമുക്ക് ആരെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മൾ ഈ ഓഫീസിൽ ചെയ്യുന്ന വർക്ക് ഫ്ലോ. ഓക്കെ, ഞാൻ ഫിസിക്കലായിട്ടുള്ള വർക്ക് ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമുക്കിപ്പോൾ ഒരു ലെറ്റർ, ഞാനിപ്പോൾ നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ കൊണ്ട് തന്നു. ഇപ്പോൾ ഒരു RTA ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ്, എന്ത് ലെറ്റർ ആയാലും ഫസ്റ്റ് അത് കൊണ്ടുതരുമ്പോൾ അത് സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ തപാൽ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ആ തപാൽ സെക്ഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു തപാലിനെ, അതായത് ഞാൻ കൊണ്ടു തന്ന ആ ലെറ്ററിനെ പറയുന്ന പേര് തപാൽ എന്നായിരിക്കും. ആ തപാലുണ്ടല്ലോ, തപാലിന് ഒരു നമ്പർ ഇട്ട ശേഷം ഏത് സെക്ഷനിലോട്ടാണോ, അതായത് നമ്മളിപ്പോൾ ഓഫീസിന്റെ കാര്യം മാത്രമാണെങ്കിൽ നമ്പർ ഇട്ട ശേഷം ഒന്നി CMOയുടെ കയ്യിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിലോ ഈ ലെറ്റർ കൊടുക്കും. ഫിസിക്കലായിട്ടാണ്, അതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ CMO അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അത് വായിച്ച് നോക്കിയ ശേഷം അതിൽ ആക്ഷൻ എന്തെങ്കിലും എടുക്കേണ്ടതാണെങ്കിൽ നെക്സ്റ്റ് അത് ഫാർമസിസ്റ്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ ക്ലർക്കിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്ലർക്ക് അത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അത് വാങ്ങിയ ശേഷം അത് വായിച്ചു നോക്കി അതിൽ ആക്ഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ ഒരു തപാലിരിപ്പുണ്ട്, ആ തപാലിന് നമുക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ ഫയലിലാണ് നമ്മൾ ആ ലെറ്ററിനുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫയലാക്കി ആ വന്നേക്കുന്ന ആ തപാലിനെ ആ ഫയലിനുള്ളിലാക്കുകയാണ് ചെയ്യുന്നത്. ആ ഫയലിനുള്ളിലാക്കിയ ശേഷം ആ ഒരു ഫയലിനുള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നോട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫയലിൻ്റെ അകത്ത് നമ്മൾ നോട്ട് എഴുതും. അതായത് ഈ ഫയലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ലെറ്ററിന് നമ്മൾ എന്തൊക്കെ റിപ്ലൈ ആണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്വീകരിക്കുന്ന നടപടികൾ, ഇതെല്ലാം നമ്മൾ ആ നോട്ടായിട്ട് നമ്മൾ എഴുതി വെക്കും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ള, അതായത് ആരാണോ ആ ലെറ്റർ തന്നെ അയാൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ, ആ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ലെറ്റർ തയ്യാറാക്കും. ആ ലെറ്റർ തയ്യാറാക്കി, ആ ലെറ്റർ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് അപ്രൂവിങ് അതോറിറ്റി ആരാണോ ആ ഓഫീസിൽ അപ്രൂവിങ് അതോറിറ്റിക്ക് ആ ഫയൽ കൈമാറും. ഓക്കെ, ഇതിപ്പോൾ ക്ലർക്ക് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അല്ലേ ചെയ്യുന്നത്. ഫയലെല്ലാം ക്രിയേറ്റ് ചെയ്തു, ലെറ്ററെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചു. അത്
അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ ഓഫീസറിന് അല്ലെങ്കിൽ CMOയ്ക്ക് കൈമാറും. CMO അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അത് വായിച്ച് നോക്കി അപ്രൂവ് ചെയ്ത് സൈൻ ചെയ്യും. സൈൻ ചെയ്ത ശേഷം ഇത് പുറത്തേക്ക് കൊടുക്കണം. പുറത്തേക്ക് കൊടുക്കുന്നത് അതായത് ആരാണോ ആ ലെറ്റർ തന്നത് അയാൾക്കാണ് അതിന്റെ റിപ്ലൈ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ CMO അത് അതായത് അവിടുത്തെ തപാൽ സെക്ഷനിൽ കൊടുക്കുന്നു. തപാൽ സെക്ഷനിൽ നിന്നായിരിക്കും ഒന്നിൽ അത് പോസ്റ്റൽ വഴി കൊടുക്കും, അല്ലെങ്കിൽ മെയിൽ വഴി കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബൈ ഹാൻഡ് ആയിട്ട് കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും തപാൽ സെക്ഷനിൽ നിന്നായിരിക്കും പുറത്തേക്ക് നമ്മൾ ആ ഒരു ലെറ്റർ കൈമാറുന്നത്. ഓക്കെ, ഇതേ ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് ഈ ഓഫീസിലും ഉള്ളത്. ഈ ഓഫീസിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 ലോഗിൻ വരുന്നുണ്ട്. ലോഗിൻ 1 എന്ന് പറയുമ്പോൾ CRU ആണ്. CRU എന്ന് പറയുമ്പോൾ സെൻട്രൽ രജിസ്ട്രി യൂണിറ്റ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, വേറൊന്നുമില്ല, നമ്മൾ തപാൽ സെക്ഷനാണ്. തപാൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ CRU എന്ന് പറയുന്നത് തപാൽ സെക്ഷനാണ്. വരുന്ന ലെറ്റർ കൈപ്പറ്റുക, അതേപോലെ തന്നെ നമ്മളെ ഓഫീസിൽ അതിന് റിപ്ലൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ആ റിപ്ലൈ ലെറ്റർ അവിടുന്ന് പോസ്റ്റലോ അല്ലെങ്കിൽ മെയിലോ ബൈ ഹാൻഡ് ഓവർ ചെയ്യുക. ഇതാണ് CRUവിന്റെ ജോബ്. ഓക്കെ, അടുത്തത് വരുന്നത് മെഡിക്കൽ ഓഫീസറിന്റെ ലോഗിൻ ആയിരിക്കും വരുന്നത്. മെഡിക്കൽ ഓഫീസറാണ് അപ്രൂവിങ് അതോറിറ്റി. മെഡിക്കൽ ഓഫീസർ ഫയൽ കണ്ട് അത് അപ്രൂവ് ചെയ്ത് സൈൻ ചെയ്യുന്ന എല്ലാം മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. ഇനി അടുത്തത് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ആയിരിക്കും. ഈ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്കാണ് നമ്മൾ ഓഫീസിൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയലിനുള്ളിൽ എന്തൊക്കെയാണോ നോട്ടുകളെല്ലാം എഴുതി, അതേപോലെ തന്നെ ലെറ്റർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാനുള്ള ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ അത്രയും പ്രോസസ്സ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പറയാം. നമുക്ക് എല്ലാ ഓഫീസിലും ഇപ്പം GH ആയാലും GAD ആയാലും എല്ലാ ഓഫീസിലും നമുക്ക് അത് BSNLോ അല്ലെങ്കിൽ KFON പോലുള്ള നെറ്റ്വർക്ക് ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യുന്നത്. KES1 നെറ്റ്വർക്ക് ഇവിടെ എവിടെയും കാണത്തില്ല. നമുക്ക് ഈ ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ KES1 ആയിരിക്കണം, അല്ലെങ്കിൽ KFON കണക്ഷൻ വേണം. ഓക്കെ, KES1 ആണെങ്കിൽ ഡയറക്റ്റ് തന്നെ ആക്സസ് ഉണ്ട്. KFON പലയിടത്തും ആക്സസ് കിട്ടാറില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആക്സസ് കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു VPN കണക്ഷൻ യൂസ് ചെയ്യും. അതിനു വേണ്ടിയുള്ള VPN എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഒരു 10 ഓഫീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. GAD അവർക്ക് എല്ലാവർക്കും ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അക്കോപ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു യൂസർ ID പാസ്വേഡ് ഉണ്ട്. അത് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷമായിരിക്കും നമ്മൾ ഈ ഓഫീസിലേക്ക് കയറുന്നത്. വേറൊന്നുമില്ല, നമുക്ക് അതായത് നമ്മളെ BSNL അല്ലെങ്കിൽ KFON അല്ലെങ്കിൽ ജിയോ ഇങ്ങനെയുള്ള ഏത് നെറ്റ്വർക്കിൽ നിന്നും കയറിയാലും നമുക്ക് ഈ ഓഫീസിലേക്ക് ആക്സസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ VPN കണക്ഷൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓഫീസ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ ഓഫീസിൽ ലോഗിൻ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഇപ്പം നമ്മുടെ ഓഫീസിലെല്ലാം BSNL ഒക്കെ ആയിരിക്കുമല്ലോ. BSNL ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഓക്കെ, അവിടെ എല്ലാവർക്കും കാണാമല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമല്ലോ. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 അപ്പോൾ നമുക്ക് ഈ ഓഫീസിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതായത് KFONോ അല്ലെങ്കിൽ ഇപ്പം KFON കണക്ഷൻ മിക്കയിടത്തും നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നില്ല ഈ ഓഫീസിലേക്ക്. ഓക്കെ, BSNLോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അക്കോപ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതാണ്ട് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന, അത് സെക്കൻഡ് കോളത്തിൽ ലാസ്റ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടല്ലോ, ഇതാണ് അക്കോപ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു മാനുവൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഹൈ സെക്യൂർ സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. എല്ലാവരും evpn.kerala.gov.in എന്ന് പറയുന്നത് ടൈപ്പ് അവിടെ ഈ ഹൈ സെക്യൂർ സെർവർ എന്ന് പറയുന്നിടത്ത് evpn.kerala.gov.in എന്നായിരിക്കണം വരേണ്ടത്. ബാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ കൊടുക്കുക. എനിക്കിതിപ്പോൾ ഇവിടെ KES1 ആയതുകൊണ്ട് എനിക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ഒരു യൂസർ മാനുവൽ ഞാൻ അയച്ചു തരാം. ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് ലോഗിൻ ആവും. ലോഗിൻ ആയാൽ നമുക്ക് ആയുഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഈ ഓഫീസിലേക്ക്
ഡയറക്റ്റ് കയറാൻ പറ്റും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഈ ഓഫീസിന്റെ ഓരോ URL ആണ് വരുന്നത്. നമ്മൾ ആയുഷ് ആകുമ്പോൾ eayush.kerala.gov.in എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്ക് അതിൽ മാറ്റം വരുന്നതാണ്. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും മെയിൽ ID കാണും, മെയിൽ ID മാത്രമേ കാണൂ ഇപ്പോൾ എല്ലാവർക്കും, പാസ്വേഡ് ആർക്കും കാണില്ല. അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് തൊട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഓഫീസിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ URL എൻ്റർ ചെയ്ത് കയറണം എന്നുണ്ടെങ്കിൽ eayush.kerala.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ URL. ഈ ഒരു URL നോട്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് അതായത് നമ്മളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ ഓഫീസ് ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ URL വെച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, ആക്സസ് ചെയ്യുന്നത് eayush.kerala.gov.in. ഓക്കെ, ഇതിൽ ഓക്കെ ഈ URL അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് ലോഗിൻ വിത്ത് പരിചയ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പരിചയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ പരിചയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോഗിൻ പേജ് ആണ് വരുന്നത്. ഈ ഒരു ലോഗിൻ പേജിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എൻ്റർ ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ എന്നാണ്. നെക്സ്റ്റ് വരുന്നത് എൻ്റർ പാസ്വേഡ് ആണ്. ഇപ്പൊ നമുക്ക് പാസ്വേഡ് നമ്മളെ കയ്യിലില്ലല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു പേജ് വരും. ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുമ്പോൾ എൻ്റർ ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ. നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ റീസെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇവിടെ കറക്റ്റായിട്ട് മെയിൽ ID തന്നെ. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു മെയിൽ ID ഉണ്ട്, അതായത് peri.penNumber@KLEOD.NIC.in. ഇതായിട്ട് ക്രിയേറ്റ് ചെയ്തവർക്കൊക്കെ ഇതായിരിക്കും. ഓക്കെ, പഴയമുള്ളവർക്ക് peri.penNumber@kerala.gov.in ഇങ്ങനെ ഒരു മെയിൽ ID ആയിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ, അത് ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതിപ്പോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഈ ഒരു മെയിൽ ID എൻ്റർ ചെയ്യുക. മെയിൽ ID എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP വരുന്നതാണ്. അതാണ്ടേ നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന പേജ് വരും. അതായത് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് വരും. ഓക്കെ, ഓക്കെ, കണ്ടോ, ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൺഫേം പാസ്വേഡ് ഇങ്ങനെ ഒരു ഇത് വരും, ഒരു ബോക്സ് വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡിൻ്റെ അകത്ത് മാൻഡേറ്ററി ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മാൾ ലെറ്റർ വേണം, നമ്പേഴ്സ് വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം. ഇത്രയാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ആവുന്നതാണ്. ഓക്കെ, പുതിയ പാസ്വേഡ് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഓഫീസിലേക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ ഓഫീസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് പാസ്വേഡ് എല്ലാം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓഫീസിലേക്ക് കയറുക എന്നുള്ളതാണ്. ഈ ഓഫീസിലേക്ക് കയറാൻ വേണ്ടി ലോഗിൻ വിത്ത് പരിചയം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരത്തെ വന്ന ആ പേജ് തന്നെ ആയിരിക്കും വരുന്നത്. അവിടെ നമ്മളെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഓക്കെ, ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇമെയിൽ ID തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തെടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെയായിട്ട് 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സെക്കൻഡ് ഐ കൺസെന്റ് ടു പരിചയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ഇല്ലാതെ OTP ബേസ്ഡ് നമുക്ക് കയറാൻ വേണ്ടിയാണ് പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ഈ പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ എനേബിൾ ആവൂ. ഓക്കെ, ഫസ്റ്റ് ടൈം അതായത് നമ്മൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ നമ്മൾ അതായത് നമ്മളെ ലോഗിൻ ID അതായത് മെയിൽ ID അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഐ കൺസെന്റ് ടു പരിചയം എന്നുള്ളത് മാത്രം ടിക്ക് ചെയ്തായിരിക്കണം നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ ടിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ പാസ്വേഡ് വെച്ച് കയറിയ ശേഷം പിന്നെ എപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് OTP ബേസ്ഡ് ലോഗിൻ ചെയ്യാൻ പറ്റും. അതായത് പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ ടിക്ക് കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിപ്പോൾ എനിക്ക് പാസ്വേഡ് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പാസ്വേഡ് ലെസ് ഒതന്റിക്കേഷൻ ആണ് കൊടുക്കുന്നത്.
നിങ്ങൾ ഫസ്റ്റ് ടൈം മാത്രം ഇത് കയറുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് പാസ്വേഡ് എൻ്റർ ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ല പാസ്വേഡ് ഇല്ലാതെ OTP ബേസ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. OTP ബേസ്ഡ് ആണെങ്കിൽ പാസ്വേഡ് ലെസ് ഓതന്റിക്കേഷന് ടിക്ക് കൊടുത്തിരിക്കണം. ഇല്ല നമുക്ക് OTP ബേസ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്താണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഐ കൺസെന്റ് പരിചയം മാത്രം ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നമുക്കൊരു OTP വരും. ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ OTP വരും. അപ്പോൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP ആയിരിക്കും വരുന്നത്. OTP എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ OTP എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഓഫീസ് ലോഗിൻ ആവും. വേറൊന്നുമില്ല, നമുക്ക് കയറുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് eish.kerala.gov.in URL ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഓഫീസിന്റെ പേജിലേക്ക് വരും. അവിടെ വരുന്നതെന്ന് പറയുമ്പോൾ ലോഗിൻ വിത്ത് പരിചയം എന്ന് പറയുന്ന ഒരു പേജാണ് വരുന്നത്. ഓക്കെ, ആ പരിചയം എന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണ് വരുന്നത്. അവിടെ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് മെയിൽ ID എൻ്റർ ചെയ്യാൻ, സെക്കൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ, തൊട്ട് താഴെയായിട്ട് പാസ്വേഡ്ലെസ് ഓതന്റിക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒന്ന് പാസ്വേഡ്ലെസ് ഓതന്റിക്കേഷനും സെക്കൻഡ് ഐ കൺസെന്റ് ടു പരിചയം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് 2 എണ്ണം വരും. ഓക്കെ, തൊട്ട് താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും വരും. ഓക്കെ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് നമുക്ക് യൂസ് ചെയ്യാം. പാസ്വേഡ് ഒക്കെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മെയിൽ ID എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് ഐ കൺസെന്റ് പരിചയം എന്നുള്ളത് മാത്രം കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് OTP വരും. ആ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പേജിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഹോം വരുന്നുണ്ട്, ഇ ഫയൽ വരുന്നുണ്ട്, KMS വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫയൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഫയൽ എന്ന് പറയുന്നതിൻ്റെ മാത്രമായിരിക്കും നമുക്ക് ഫയൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. വേറെ ഒന്നും നമുക്ക് അധികമായിട്ട് യൂസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, നമ്മൾ ഫയൽ വർക്കുകളെല്ലാം ചെയ്യുന്ന ഈ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് മാത്രം ഇപ്പം നോക്കിപ്പോൾ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കായിരിക്കും വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഓഫീസിൻ്റെ അകത്ത് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഈ ഒരു പേജിലായിരിക്കും ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ ഫുൾ വർക്ക് നടക്കുന്നത്. ഈ ഫയലിനുള്ളിലാണ് നമ്മൾ ഫുൾ വർക്ക് നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെസിപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് റെസിപ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നതാണ് മെയിൻ ഓപ്ഷൻസ്. അതിന്റെ സബ് കാറ്റഗറീസ് ആണ് ഈ ഡാഷ്ബോർഡിന്റെ സബ് കാറ്റഗറിയാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. റെസിപ്റ്റിന്റെ ആണെങ്കിൽ ക്രിയേറ്റ്, ഇൻബോക്സ്, സെൻഡ്, അഡ്വാൻസ് സെർച്ച്. അതേപോലെ തന്നെ ഫയലിന്റെ ആണ് ഈ ക്രിയേറ്റ്, ഇൻബോക്സ്, സെൻഡ്, അഡ്വാൻസ് സെർച്ച്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്നത്. മെയിൻ ഓപ്ഷൻസ് ആണ് ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന റെസിപ്റ്റ്, ഫയല്, ഇഷ്യൂ എന്ന് പറയുന്ന 3 ഓപ്ഷനാണ്. ഇത് നമുക്ക് റെസിപ്റ്റ് എന്താണ്, ഫയൽ എന്താണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഫിസിക്കലായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ഇത് കൈപ്പറ്റുന്നത് എപ്പോഴും തപാൽ സെക്ഷനിലായിരിക്കും. ഓക്കെ, ഒരു തപാൽ സെക്ഷൻ കൈപ്പറ്റിയ ശേഷം അവിടെ ഒരു നമ്പർ ഇട്ട ശേഷമല്ലേ നമ്മൾ അടുത്തത് മെഡിക്കൽ ഓഫീസറിന് അല്ലെങ്കിൽ CMOയ്ക്ക് കൈമാറുന്നത്. ഓക്കെ, ആ കൈമാറിയ ലെറ്ററിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ മാത്രം അത് CMO വായിച്ചു നോക്കിയ ശേഷം അല്ലെങ്കിൽ MO വായിച്ചു നോക്കിയ ശേഷം എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ മാത്രം അത് നേരെ ക്ലർക്കിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഫാർമസിന്റെ കയ്യിലേക്ക് കൈമാറും. ഓക്കെ, അത് ഫാർമസിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫാർമസിസ്റ്റ് അതിൽ ഫയൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും, ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. ഫാർമസിസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കിട്ടിയ ലെറ്റർ ഉണ്ടല്ലോ, പുറത്തുനിന്ന് ഒരാൾ തന്ന ആ ലെറ്റർ ആ ഫയലിനുള്ളിലേക്കാണ്. ഓക്കെ, എന്നിട്ട് ആ ഫയലിലാണ് നമ്മൾ ഈ ഒരു ലെറ്ററിനുള്ള ആക്ഷൻ എടുക്കുന്നത്. ആ ഫയലിനുള്ളിലായിരിക്കും ഈ ലെറ്റർ വരിക. ഓക്കെ, ആ ലെറ്ററിന്റെ ആക്ഷൻ ആ ഫയലിനുള്ളിൽ നമ്മൾ തയ്യാറാക്കും. എന്നിട്ട് അതിനുള്ളിൽ തന്നെ നമ്മൾ ഒരു ലെറ്റർ തയ്യാറാക്കും. ഓക്കെ, ആ തയ്യാറാക്കിയ ലെറ്ററാണ് സൈൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ ഓഫീസിലെ കാര്യം ഈ കറക്റ്റ് അതിന് ഞാൻ പറയാം. ഫിസിക്കലായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. സെയിം തന്നെയാണ് നമുക്ക് ഈ ഓഫീസിൽ നടക്കുന്നത്. ഈ ഓഫീസിൽ ഇപ്പോൾ ഒരു തപാൽ, ഒരു ലെറ്റർ പുറത്തുനിന്ന് ഒരാൾ കൊണ്ട് നമ്മൾ ഓഫീസിലേക്ക് തന്നു കഴിഞ്ഞാൽ അത് തപാൽ സെക്ഷൻ സ്വീകരിക്കും. നമ്മൾ CRU എന്ന് പറയുന്നതാണ്, അതായത് നമ്മളെ ഈ ഓഫീസിൽ CRU എന്ന് പറയുന്നതാണ് നമ്മൾ തപാൽ സെക്ഷൻ.
ഓക്കെ, അപ്പോൾ സ്വീകരിക്കുന്നത് CRU ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നത് CRU ആയിരിക്കും. നമുക്കിപ്പോൾ ഫിസിക്കലായിട്ടാണ് ഒരാൾ ഒരു ലെറ്റർ കൊണ്ടു തന്നത്, പേപ്പറായിട്ടാണ് കൊണ്ടു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നമ്മളെ ഈ ഓഫീസിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനെ സ്കാൻ ചെയ്ത് PDF ആക്കണം. ഓക്കെ, ആ ഒരു വന്നിരിക്കുന്ന ലെറ്ററിനെ ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യണം. അതിനെ PDF ഫോർമാറ്റിലായിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഇമേജ് ഫോർമാറ്റ് ഒന്നും നമുക്ക് ഇതിലേക്ക് എടുക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഏത് ലോഗിൻ ആണ്? CRU ലോഗിൻ ആണോ, മെഡിക്കൽ ഓഫീസർ ലോഗിൻ ആണോ, അതോ ക്ലർക്ക് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ലോഗിൻ ആണോ? ഒന്നും കൂടെ ഒന്ന് പറയാമോ? അല്ല, ഇപ്പൊ നമ്മൾ ലോഗിൻ ചെയ്തല്ലോ സാർ, ക്ലാസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ 3 ലോഗിൻ ഉണ്ടെന്ന്. ഓക്കെ, ആ, അപ്പൊ ഇപ്പൊ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പം CRU ലോഗിൻ ആണോ, എങ്ങനെയാണ്? അതോ ഇനിയാണോ ആ ലോഗിൻ ഒക്കെ വരുന്നത്? അല്ലല്ല, ഈ നിങ്ങൾക്ക് ഓഫീസില് ലോഗിനും എല്ലാ ഓഫീസിലും തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഓഫീസിലും 3 ലോഗിന് കാണും. മെഡിക്കൽ ഓഫീസറിന്റെയും അതുപോലെ ഫാർമസിന്റെയും ഓരോ ആളുടെ പേരിലായിരിക്കും ലോഗിൻ വരുന്നത്. അവിടെ മെഡിക്കൽ ഓഫീസർ ആണോ ആ ആളുടെ പേരിലായിരിക്കും ലോഗിൻ വരുന്നത്. ഫാർമസിസ്റ്റിനും അതേപോലെ തന്നെ ആയിരിക്കും. CRU എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഓഫീസിനും കോമൺ ആയിട്ട് ഒരു ലോഗിൻ കാണാം. ഇത് എല്ലാ ഓഫീസിലും ഈ മെയിൽ ID ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഈ പുതുതായിട്ട് തുടങ്ങിയ ഡിസ്പെൻസറിയുടെ ആണോ? അല്ലല്ല, ഞാന് തിരുവല്ല ആയുർവേദ ഹോസ്പിറ്റലിലാണ്. തിരുവല്ല ക്രിയേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് തന്നെയല്ലേ? ഓക്കെ ഓക്കെ. അവിടെ മെഡിക്കൽ ഓഫീസർ, അവിടെ CMOയ്ക്ക് ഇത് ലോഗിൻ ID ഇല്ല, അതായത് മെയിൽ ID ക്രിയേറ്റ് ആയിട്ടില്ല. ക്രിയേറ്റ് ആയി എന്നിട്ട് നമ്മൾ ഈ ഓഫീസിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ മാഡത്തിന് ആ ഈ മെയിൽ ID ഷെയർ ചെയ്യാം. പാസ്വേഡ് അന്നേരം ഒന്ന് റീസെറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അവിടെ തിരുവല്ല ഓൾറെഡി ഇപ്പോ ഫാർമസിസ്റ്റിന് മെയിൽ ID ക്രിയേഷൻ കഴിഞ്ഞാണ്. ഈ ഓഫീസിൽ ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, CRU ഉണ്ട്. ഓക്കെ, അതൊന്ന് അവിടെ ചോദിച്ചു നോക്കിയാൽ മതി. CRUന്റെ മെയിൽ ID ഒക്കെ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് CRU എന്ന് പറയുന്നതാണ് തപാൽ സെക്ഷൻ. ഓക്കെ, CRU എന്ന് പറയുന്നതാണ് നമ്മളെ തപാൽ സെക്ഷൻ. ഈ CRU ആയിരിക്കും വരുന്ന ലെറ്റർ കൈപ്പറ്റുന്നത്. ഇത് നമുക്ക് ഈ ഓഫീസിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സിസ്റ്റത്തിലല്ലേ, അപ്പോൾ അതിനെ ഡിജിറ്റൽ ആക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 20 MB താഴെ ആയിരിക്കണം നമുക്ക് ഇതിന്റെ സൈസ് വരിക. നമുക്ക് മാക്സിമം 20 MB താഴെ തന്നെ നിൽക്കണം. 20 MB മുകളിലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഈ ഓഫീസിലേക്ക്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ നോക്കേണ്ടത് വേറെ ഒന്നുമില്ല, ഇതിനെ PDF ആക്കുമോ. അതിനു വേണ്ടി മാക്സിമം വലിയ ഫയലുകളൊന്നും കാണാൻ സാധ്യതയില്ല. 20 MB താഴെ തന്നെ നിൽക്കുന്നതായിരിക്കും മാക്സിമം വരിക. ഓക്കെ, സ്കാൻ ചെയ്ത് വെക്കുക, നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക PDF ആയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ നമ്മളെ ഈ ഓഫീസിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഈ വന്നിരിക്കുന്ന തപാലിനെ നമുക്ക് ഈ ഓഫീസിലേക്ക് ആഡ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വരുന്ന തപാലിനെ ഈ ഓഫീസിലേക്ക് ആഡ് ചെയ്യുന്ന, ആ തപാൽ ആഡ് ചെയ്യുന്നതിനെ നമ്മൾ ഈ ഓഫീസിൽ പറയുന്ന പേര് റെസിപ്റ്റ് എന്നാണ്. ഓക്കെ, വരുന്ന ആ തപാലിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് റെസിപ്റ്റ് എന്നാണ്. വേറെ തപാലിനെ തന്നെ പറയുന്ന പേരാണ് റെസിപ്റ്റ്. ഈ ഓഫീസിൽ പറയുന്ന പേര് റെസിപ്റ്റ് എന്നാണ്. ഓക്കെ, ഒരു റെസിപ്റ്റ് ആണ് നമ്മൾ ഈ ഓഫീസിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലെറ്ററിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നു. ആക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെറ്ററിനെ പറയുന്ന പേര്, പിന്നെ നമ്മൾ ഈ ഓഫീസിൽ പറയുന്ന പേര് റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഓഫീസിലേക്ക് ആ ലെറ്ററിനെ ആക്കുന്നതിന് റെസിപ്റ്റ് ആക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു റെസിപ്റ്റ് ആണ്, അതായത് തപാൽ സെക്ഷനിൽ കിട്ടിയ ആ ലെറ്ററിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നു. ഈ ഓഫീസിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് ഈ ഓഫീസിലായി കഴിഞ്ഞാൽ ഡയറക്റ്റ് തപാൽ സെക്ഷനിൽ നിന്ന് മെഡിക്കൽ ഓഫീസറിന് കൊടുക്കും. ഓക്കെ, മെഡിക്കൽ ഓഫീസറിന് കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ അത് വായിച്ച് നോക്കിയ ശേഷം അതിൽ ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ ആ ഒരു റെസിപ്റ്റ് ഫാർമസിസ്റ്റിന് കൈമാറും. ഫാർമസിസ്റ്റ് ആ റെസിപ്റ്റ് വായിച്ച് നോക്കിയ ശേഷം അതിനെ ഒരു ഫയലാക്കും. ഒരു ഫയലാക്കിയ ശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ റെസിപ്റ്റിനെ ആ ഫയലിനുള്ളിലേക്കാക്കും. ഓക്കെ, അത് ഓർത്തിരുന്നോണം, ആ ഫയലിനുള്ളിലേക്കാണ് നമ്മൾ ഈ റെസിപ്റ്റിനെ ആക്കുന്നത്. ഓക്കെ, ഈ റെസിപ്റ്റിലാണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു ഫയൽ വേണം.
ഓക്കെ, ഈ റെസിപ്റ്റിൽ നമുക്ക് ഒരു കാര്യവും നമുക്ക് എൻട്രി ചെയ്യാനോ എഴുതാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയലിനുള്ളിലേക്ക് ഈ റെസിപ്റ്റിനെ കൊണ്ട് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെറ്ററിനുള്ള ആക്ഷൻ ആ ഫയലിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് നോട്ട് എഴുതാൻ പറ്റും, ആ ഫയലിനുള്ളിൽ നമുക്ക് നോട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ആ ഫയലിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് അയാൾക്ക് കൊടുക്കേണ്ട എന്താണോ റിപ്ലൈ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്യുന്ന ഫയലിനുള്ളിലായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഫയൽ ഒരിക്കലും നമ്മുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് കൈമാറില്ല. നമ്മുടെ ഓഫീസിലെ ഫയല് നമ്മൾ ഓഫീസിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുന്നത്. മറ്റൊരു ഓഫീസിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് ഇതിനകത്ത് ഈ ഫയലിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ലെറ്റർ തയ്യാറാക്കി ആ ലെറ്റർ മാത്രമായിരിക്കും നമ്മൾ പുറത്തെ ഓഫീസിലേക്ക് കൈമാറുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. നമ്മൾ ഫയലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഫയലോ റെസിപ്റ്റോ മറ്റൊരു ഓഫീസിലേക്ക് നമ്മൾ കൈമാറില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഒരു റെസിപ്റ്റ് വന്നിട്ടുണ്ട്, മറ്റൊരു ഓഫീസിലെ റെസിപ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ ചെയ്യേണ്ടത് നമുക്ക് അത് ആക്ഷൻ എടുക്കാനില്ലാത്തതാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് കളയാം. ഇല്ല, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റെസിപ്റ്റിനെ ഒരു ഫയലാക്കിയ ശേഷം ആ റെസിപ്റ്റിനെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് എന്നിട്ട് ഏത് ഓഫീസിലേക്കാണോ ഇത് പോകേണ്ടത് ആ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള ലെറ്റർ തയ്യാറാക്കി ആ ലെറ്റർ ആയിരിക്കണം നമ്മൾ ആ ഒരു ഓഫീസിലേക്ക് കൈമാറേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ റെസിപ്റ്റോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തപാല്, നമുക്ക് വരുന്ന തപാലോ അല്ലെങ്കിൽ നമ്മളെ ഫയലുകളോ നമ്മൾ മറ്റൊരു ഓഫീസിലേക്ക് കൈമാറില്ല. ഇതിൽ ഞാൻ പറയുന്നതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ വരുന്ന ഒരു ലെറ്ററിനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നു. ആ ഈ ഓഫീസിലേക്ക് ആക്കുന്നതിന് പറയുന്ന പേര് റെസിപ്റ്റ് ആക്കുക എന്നാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ കുറച്ച് വേർഡുകളാണ്. ഒന്ന് റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തപാല് തന്നെയാണ്. ഈ ഓഫീസിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനെ റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ലെറ്റർ കിട്ടി. ഓക്കെ, ആ ലെറ്ററിനെ എങ്ങനെ എനിക്ക് നമ്മളെ ഈ ഓഫീസിലേക്ക് ആക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ കുറച്ച് ഓപ്ഷൻസ് നമ്മളെ ടോപ്പിലായിട്ട് കിടപ്പുണ്ട്. ആ ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് വരുന്നത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് ഇപ്പോൾ നോക്കണ്ട. ഫസ്റ്റ് അടുത്തത് വരുന്നത് റെസിപ്റ്റ് ആണ്. ഈ റെസിപ്റ്റിന്റെ സബ് കാറ്റഗറീസ് ആണ് ക്രിയേറ്റ്, ഇൻബോക്സ്, സെൻഡ്, അഡ്വാൻസ് സെർച്ച്. ഒന്ന് നോക്കിയാൽ മതി. റെസിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വരുന്ന ലെറ്ററിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നതിനെ പറയുന്ന റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെയാണ്? ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ റെസിപ്റ്റിന്റെ ഇൻബോക്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇൻബോക്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇൻബോക്സ് കയറിയാണ് നമുക്ക് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇത്. നമുക്ക് ഏതെങ്കിലും ഒരു റെസിപ്റ്റ് നമുക്ക് ഇങ്ങോട്ട് റിസീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, അത് നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് റെസിപ്റ്റിന്റെ ഇൻബോക്സിലാണ്. അതായത് റെസിപ്റ്റ് എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് റെസിപ്റ്റിന്റെ ഇൻബോക്സിലാണ്. ഓർത്ത് വെച്ചേക്കാൻ, റെസിപ്റ്റിന്റെ ഇൻബോക്സിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ റെസിപ്റ്റ് എന്തെങ്കിലും മറ്റൊരാൾക്ക് നമ്മൾ സെൻഡ് ചെയ്തു. ഓക്കെ, ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടി, നമ്മൾ ഓഫീസിലെ മറ്റൊരാൾക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റെസിപ്റ്റ് പിന്നെ കാണുന്നത് നമ്മുടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ മെയിൽ എടുക്കുന്നു. മെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്ട് ഈ ഇൻബോക്സിലായിരിക്കും നമ്മൾ എപ്പോഴും കയറി നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന്. അതേ ഓപ്ഷനാണ് അവിടെ ഇൻബോക്സിന്റെ ആ റെസിപ്റ്റിന്റെ ഇൻബോക്സ് എന്ന് പറയാൻ. റെസിപ്റ്റിന്റെ ഇൻബോക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റെസിപ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് റെസിപ്റ്റിന്റെ ഇൻബോക്സിലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഒരു മെയിൽ കമ്പോസ് ചെയ്തു, ഇത് എടുത്തു നമ്മൾ, എന്നിട്ട് ഇവിടെ 2 അഡ്രസ് ഒക്കെ കൊടുത്തു, എന്നിട്ട് നമ്മൾ കമ്പോസ് ചെയ്തു. ഓക്കെ, മെയിൽ കമ്പോസ് ചെയ്തു, എന്നിട്ട് ഈ മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ മെയില് ഞാൻ ഇവിടെ ഒരു മെയില് എടുത്തു. ഓക്കെ, ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെയിൽ കാണിക്കുന്നത് നമുക്ക് ഈ സെൻഡ് ചെയ്ത ഈ അക്കൗണ്ടിൽ നിന്ന് പിന്നെ കാണിക്കുന്നത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും, SENT. അതേ ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഈ ഓഫീസിലും വരുന്നത്. ഈ ഓഫീസിൽ വേറൊന്നുമില്ല, ഇപ്പൊ നോക്കിയാൽ മതി. റെസിപ്റ്റിന്റെ സെൻഡ് SEND എന്ന് പറയുന്നതിൻ്റെതായിരിക്കും. നമ്മൾ റെസിപ്റ്റ് നമ്മൾ ഓഫീസിലെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റെസിപ്റ്റ് കാണുന്നത് റെസിപ്റ്റിന്റെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും. ഓക്കെ, അടുത്തത് വരുന്ന അഡ്വാൻസ് സെർച്ച് ആണ്. നമുക്കൊരു റെസിപ്റ്റ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് അഡ്വാൻസ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. റെസിപ്റ്റിന്റെ അഡ്വാൻസ് സെർച്ച് ആണ് ഈ റെസിപ്റ്റിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നതിൻ്റെ കാണിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം റെസിപ്റ്റിന്റെ ഓപ്ഷൻസ് മാത്രമാണ്.
റെസിപ്റ്റിൻ്റെ ക്രിയേറ്റ്, റെസിപ്റ്റിന്റെ ഇൻബോക്സ്, സെൻഡ്, അഡ്വാൻസ് സെർച്ച്. ഇതേപോലെ തന്നെ നമുക്ക് ഫയലിനും വരുന്നുണ്ട്. ഫയലിന് ക്രിയേറ്റ് വരുന്നുണ്ട്. ഫയൽ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഫയൽ പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഫയലിന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഫയലിന്റെ ഇൻബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫയല് നമുക്ക് റിസീവ് ചെയ്യാം, നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഒരു ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഫയലിന്റെ ഇൻബോക്സിലായിരിക്കും. ഓക്കെ. പിന്നെ അടുത്തത് ഫയൽ നമ്മൾ മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫയലില്ല, നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആ ഫയൽ ജസ്റ്റ് ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിന്റെ ഇൻബോക്സിലായിരിക്കും കയറി നോക്കേണ്ടത്, സോറി ഫയലിന്റെ സെൻഡിലായിരിക്കും കയറി നോക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഫയലിന് അഡ്വാൻസ് സെർച്ച് ഉണ്ട്. ഈ അഡ്വാൻസ് സെർച്ച് എന്ന് പറയുന്നത് ഫയലിന്റെ അഡ്വാൻസ് സെർച്ച് ആണ്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ റെസിപ്റ്റ് ഫയലിൻ്റെ അത് ടോപ്പിലായിട്ട് വരുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെസിപ്റ്റ് ഫയൽ. ഈ ഇഷ്യൂ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാം. അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ഒരു 3 വര കാണാമല്ലോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പാൻഡ് ആയി വരുന്നതാണ്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പാൻഡ് ആവും. ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. റെസിപ്റ്റ്, ഫയല്, ഫയൽ റെപ്പോസിറ്ററി, ഡെസ്പാച്ച്, ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ റെസിപ്റ്റ്, ഫയല്, റിസീവ്ഡ് ലെറ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ റെസിപ്റ്റ്, സെക്കൻഡ് ഫയല്, പിന്നെ നമുക്ക് ഇവിടെ റിസീവ്ഡ് ലെറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു 3 ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. മാക്സിമം ഇത് തന്നെ നമുക്ക് മതി. ഫസ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ഈ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് എന്ന് പറയുന്ന സെയിം ഓപ്ഷനാണ്, പക്ഷെ കുറച്ച് ഓപ്ഷൻസ് ഇതിൻ്റെ കൂടുതലുണ്ടെന്ന് മാത്രം. സബ് കാറ്റഗറീസ് ഇതിൻ്റെ കൂടുതലുണ്ടെന്ന്, അതായത് റെസിപ്റ്റിന്റെ കുറച്ച് ഓപ്ഷൻസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് വരും. ഓക്കെ, റെസിപ്റ്റിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആയി വന്നു. ഓക്കെ, അതിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, റെസിപ്റ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന സെയിം ഓപ്ഷനെയാണ് നമ്മൾ ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഓഫീസിൽ പറയുമ്പോൾ നമ്മളൊരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന മറ്റൊരു പേരാണ് റെസിപ്റ്റ് ഡയറൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ ഓഫീസിൽ പറയുന്നത് ഡയറൈസ് ചെയ്യുക എന്നാണ്. ഓക്കെ, ഒന്നുമില്ല, നോക്കിയാൽ മതി. ഇവിടെ ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്ന് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബ്രൗസ് ആൻഡ് ഡയറൈസിൽ ഇലക്ട്രോണിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ടോപ്പിലെ ഈ ഓപ്ഷൻ കൊടുക്കുന്നതും, അതായത് റെസിപ്റ്റിന്റെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യുന്നതും, അതേപോലെ റെസിപ്റ്റിന്റെ ബ്രൗസ് ആൻഡ് ഡയറൈസിന്റെ അകത്ത് ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് രണ്ടും ഒരേ ഇതിലായി പോകുന്നത്. ഓക്കെ, ഒരു വ്യത്യാസവും ഇല്ല. ക്രിയേറ്റ് എന്ന് പറയുന്നതും ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തത് വരുന്ന ഇൻബോക്സ് ആണ്. ഇൻബോക്സ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞ ആ സെയിം ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന റെസിപ്റ്റുകളെല്ലാം കാണുന്നത് റെസിപ്റ്റിന്റെ ഇൻബോക്സിലാണ്. അടുത്തത് വരുന്നതാണ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ CRUലാണ്, നമുക്കിപ്പം ഒരു തപാൽ വന്നു, അത് CRUയിൽ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കി. ഓക്കെ, നമ്മൾ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റെസിപ്റ്റ് ഡയറൈസ് ചെയ്തു. ആ ഡയറൈസ് ചെയ്ത് നമ്മൾ ഈ ഓഫീസിൽ തന്നെ ഇട്ടിരിക്കുകയാണ്, നമ്മൾ ആർക്കും സെൻഡ് ചെയ്തില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ റെസിപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ റെസിപ്റ്റിന്റെ ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അത് നമ്മൾ ക്രിയേറ്റ് ഇട്ടിരിക്കുന്ന ആ റെസിപ്റ്റ് നമുക്ക് മറ്റവർക്ക് സെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസിപ്റ്റ് കാണുന്നത് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും. ഓക്കെ, അടുത്തത് അത് റെസിപ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അപ്പോൾ റെസിപ്റ്റിന്റെ ക്രിയേറ്റഡിലായിരിക്കും അത് കാണുന്നത്. അടുത്തത് വരുന്നത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ റെസിപ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബാക്കി ഇനിഷ്യേറ്റഡ് ആക്ഷനോ അതൊന്നും ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ ക്ലോസ്ഡ് ആണ്. ക്ലോസ് ചെയ്തെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലോസ്ഡ് വിത്ത് മീ എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ക്ലോസ് ചെയ്ത റെസിപ്റ്റ് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ബ്രൗസ് ആൻഡ് ഡയറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ അറിയാം, ഇൻബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അറിയാം, ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അറിയണം, സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അറിയാം.
ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അത് ആരാന്ന് വെച്ചാ? ഓക്കെ. അപ്പോൾ നമുക്ക് റെസിപ്റ്റിന്റെ അകത്ത് നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. മാക്സിമം ഇതിൽ തന്നെ ആയിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. ബ്രൗസ് ആൻഡ് ഡയറൈസ്, അതുപോലെ ഇൻബോക്സ്, ക്രിയേറ്റഡ്, സെൻഡ്. ഓക്കെ. ഇതേപോലെ തന്നെ നമുക്ക് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനും ഫയലിന്റെ അകത്തും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വേണ്ടുന്നത് മാത്രം ഞാൻ പറയാം. ഫയലിന്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ, അതായത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ന്യൂ. അതേപോലെ നമ്മൾ ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഫയലിന്റെ അകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ ഫയലിന്റെ അകത്ത് ക്രിയേറ്റ് പാർട്ട് നമുക്ക് അങ്ങനെ ആവശ്യം വരാൻ സാധ്യത കുറവാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ഫയലൊക്കെ ഒരുപാട് വലിയ ഫയലായി കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാവും. ആ ഒരു ടൈമിൽ നമുക്കൊരു പാർട്ടായിട്ട്, ആ ഒരു ഫയലിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ആ ക്രിയേറ്റ് പാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം ഫയൽ നമ്പറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഫയൽ നമ്പർ സെയിം ആയിരിക്കും, അതിന്റെ കൂടെ ഒരു പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 ഇങ്ങനെ ഒരു നമ്പറും കൂടെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് വരുന്ന ക്രിയേറ്റഡ് ആണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു റെസിപ്റ്റിന്റെ അകത്ത് ഒരു ക്രിയേറ്റഡ് പറഞ്ഞു. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക റെസിപ്റ്റിന്റെ അകത്ത് ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന റെസിപ്റ്റുകളൊക്കെ, അതായത് നമ്മൾ ആർക്ക് സെൻഡ് ചെയ്തിട്ടോ ഒന്നുമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മാത്രം ഇട്ടേക്കുവാണ്. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റെസിപ്റ്റ് എവിടെ കാണുന്നതെന്ന് വെച്ചാൽ റെസിപ്റ്റിന്റെ ക്രിയേറ്റഡിലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഫയല് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടോ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫയൽ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഫയലിന്റെ ക്രിയേറ്റഡിലായിരിക്കും. ഓക്കെ, അടുത്തത് വരുന്നത് ഫയലിന്റെ ഇൻബോക്സ് ആണ്. നമുക്ക് വരുന്ന ഫയലുകളെല്ലാം, സെൻഡ് ചെയ്ത് വരുന്ന ഫയലുകളെല്ലാം നമ്മൾ ഈ ഓഫീസിൽ കാണുന്നതെന്ന് പറയുമ്പോൾ ഇൻബോക്സിലായിരിക്കും. പിന്നെ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും നോക്കണ്ട. പിന്നെ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. SEND എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ആർക്കെങ്കിലും മറ്റൊരാൾക്ക് നമ്മൾ സെൻഡ് ചെയ്തു, സെൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ ആ ഫയലില്ല, പിന്നെ നമുക്ക് ആ ഫയലിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ആ ഫയലിൽ എഡിറ്റ് ചെയ്യാനോ എന്തെങ്കിലും പറ്റൂ. ഓക്കെ, സെൻഡ് ചെയ്ത ഫയൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കത് കാണാൻ പറ്റും. അതിനാണ് ആ ഒരു ഫയലും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ മതി. ഓക്കെ, SEND എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്തു പോയ ഫയലുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പാർക്ക്ഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു ഫയലിനകത്ത് ആക്ഷൻ ഉണ്ട്, പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ഓഫീസിലേക്ക് മറ്റൊരു ഓഫീസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റിപ്ലൈ കിട്ടാനുണ്ട്. ഓക്കെ, ഒരു മാസം എടുക്കും. അത്രയും നാൾ നമുക്ക് ഫയൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് നമുക്ക് ജസ്റ്റ് പാർക്ക് ചെയ്ത് വെക്കാം. ഒരു മാസത്തേക്ക് പാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പം ഡേറ്റ് കൊടുത്ത് നെക്സ്റ്റ് മന്ത് 1-ാം തീയതി ആണെങ്കിൽ ആ ഒരു ഡേറ്റ് കൊടുത്ത് നമ്മൾ പാർക്ക് ചെയ്ത് വെക്കാം. ടെമ്പററി ആയിട്ട് അത് ക്ലോസ് ആയിരിക്കും. പാർക്ക്ഡ് എന്ന് പറയുമ്പോൾ ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. അത്രയും നാള് ഇത് നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം. പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി ഡേറ്റ് കൊടുത്താണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നെക്സ്റ്റ് മന്ത് 1-ാം തീയതി ഡേറ്റ് കൊടുത്താണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് 1-ാം തീയതി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പാർക്കിൽ നിന്ന് ഓപ്പൺ ആയി മാറും. അതായത് നമ്മൾ എവിടെ നിന്നാണോ പാർക്ക് ചെയ്ത് വെച്ചത് ആ ഫയല്, അവിടേക്ക് അത് തിരികെ വരും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ നേരെ പാർക്ക് ചെയ്തതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിയേറ്റഡിൽ നിന്നായിരിക്കുമല്ലോ ഞാൻ പാർക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആ പാർക്ക് ചെയ്ത് വെച്ചത് നെക്സ്റ്റ് 1-ാം തീയതി ആകുമ്പോൾ ഇത് നോർമലായിട്ട് ഓപ്പൺ ആയി ക്രിയേറ്റഡിലോട്ട് വരും. ഓക്കെ, പാർക്കഡിൽ നിന്ന് മാറി ക്രിയേറ്റഡിലോട്ട് വരും. ഓക്കെ, എവിടെ നിന്നാണോ നമ്മളത് പാർക്ക് ചെയ്യുന്നത് അവിടേക്ക് തിരിച്ചു വരും. ഇപ്പൊ ഇൻബോക്സിൽ നിന്നാണ് നമ്മൾ പാർക്ക് ചെയ്തെങ്കിൽ ഇൻബോക്സിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ജസ്റ്റ് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇനിയിപ്പം ബാക്കി ഉള്ളത് ഞാൻ പിന്നെ പെതുക്കെ പറയാം. ഇനിയിപ്പം നമുക്ക് ഒരു റെസിപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫയൽ എങ്ങനെ ആക്കാം, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, വരുന്ന തപാലിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നതിന് പറയുന്ന പേരാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്റ്റ് ഒരെണ്ണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബ്രൗസ് ആൻഡ് ഡയറൈസ്. ഓക്കെ, ഡയറൈസ്. ഓക്കെ, ഒരു റെസിപ്റ്റ് ആക്കുന്നതിനെ പറയുന്ന പേരാണ് ഡയറൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് റെസിപ്റ്റ് വരുന്ന ആ ലെറ്ററിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുകയാണ്. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഈ ഓഫീസിലേക്ക് ഒരു റെസിപ്റ്റ് ആക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ റെസിപ്റ്റ് ആക്കുന്നതിന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഒരു റെസിപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്.
ഓക്കെ, അതിന് ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെസിപ്റ്റിന്റെ അകത്ത് ബ്രൗസ് ആൻഡ് ഡയറീസിന്റെ അകത്ത് ഇലക്ട്രോണിക്കിൽ ക്ലിക്ക് ചെയ്താലോ ഒരേ ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ റെസിപ്റ്റിന്റെ അകത്ത് ബ്രൗസ് ആൻഡ് ഡയറീസിന്റെ ഇലക്ട്രോണിക് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഒരു കുറച്ച് സ്പേസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എൻട്രി ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ആണ് വരുന്നത്. ഓക്കെ, ഇതേ ഓപ്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ റെസിപ്റ്റിന്റെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താലും വരുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റെസിപ്റ്റിന്റെ ക്രിയേറ്റ് ഞാൻ ഈ ഒരു ടോപ്പിൽ കിടക്കുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴും രണ്ടും ഒരേ ഓപ്ഷൻ, അതായത് ഇതാണ് വരുന്നത്, ഒരേ വിൻഡോ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുവേണ്ടി നമുക്ക് വന്നിരിക്കുന്ന ലെറ്ററിനെ നമ്മൾ സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിലാക്കിയിട്ടുണ്ട്. ആ PDF ഫോർമാറ്റിലാക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞേക്കുന്നുണ്ടോ 20 MB താഴെ ആയിരിക്കണം. ഓക്കെ, മാൻഡേറ്ററി ആണ്. 20 MB മുകളിൽ ഉള്ളതൊന്നും നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വന്ന ലെറ്ററിനെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ടോപ്പിലായിട്ട് കിടക്കുന്ന ഈ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിപ്പോൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെറ്ററാണ് എനിക്ക് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ലെറ്ററിനെ ഞാൻ ഈ ഓഫീസിലേക്ക് ആഡ് ചെയ്തു, അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഡീറ്റെയിൽസും, അതായത് ഈ ലെറ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിത് ഒരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് നോക്കാം. ഡയറി ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഡയറൈസ് ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡയറൈസ് ചെയ്യുക എന്നുള്ളത്, ഡയറൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ടോ ഡയറി ഡീറ്റെയിൽസ് ആണ്. റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനാണ് ഡയറി ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറി ഡേറ്റ് ആണ്, അതായത് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ഡയറൈസ് ചെയ്യുന്ന ഡേറ്റ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡയറി ഡേറ്റ് ആണ്. ആ ഡയറി ഡേറ്റ് നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു എന്നാണോ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നത്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ആ ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. അടുത്തത് വരുന്നത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ലെറ്റർ വന്നിരിക്കുന്ന ഏത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്, അതായത് അക്നോളജ്മെന്റ് ആണോ, ബില്ലാണോ, സർക്കുലർ ആണോ, ഏത് ടൈപ്പ് ലെറ്റർ ആണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്കിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സാധാ ഒരു ലെറ്റർ ആണ് എനിക്ക് വന്നിരിക്കുന്നതെങ്കിൽ ആ ലെറ്റർ എന്ന് എഴുതുക. DO ലെറ്റർ ആണെങ്കിൽ DO ലെറ്റർ എഴുതുക. ഇല്ല നമുക്ക് സർക്കുലർ ആണെങ്കിൽ സർക്കുലർ ക്ലിക്ക് ചെയ്യുക. അക്നോളജ്മെന്റ് ആണെങ്കിൽ അക്നോളജ്മെന്റ്. ഞാൻ ഇതൊരു ലെറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ടൈപ്പ് ഏതാണ്, അതായത് ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അടുത്തത് ഈ വന്നിരിക്കുന്ന ലെറ്ററിന്റെ ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചൂസ് ചെയ്യുക. ഇത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ ഈ ലെറ്റർ ഏത് ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇതിപ്പോ ഇംഗ്ലീഷ് ആണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത്, അപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റിസീവ്ഡ് ഡേറ്റ് ആണ് വരുന്നത്. ഓക്കെ, റിസീവ്ഡ് ഡേറ്റ് ആണ് വരുന്നത്. ഓക്കെ, റിസീവ്ഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ റിസീവ് ആയ, അതായത് നമ്മൾ ഓഫീസിലേക്ക് വന്നിരിക്കുന്ന ആ റിസീവ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് ആണ് റിസീവ്ഡ് ഡേറ്റ്. ഓക്കെ, നമ്മൾ ഓഫീസിൽ എന്നാണോ ഈ ലെറ്റർ കിട്ടിയത് ആ ഡേറ്റ് ആണ് റിസീവ്ഡ് ഡേറ്റ്. എനിക്ക് ഇന്നലെയാണ് ഈ ലെറ്റർ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഞാൻ ഇന്നലത്തെ 12 എന്നുള്ള ഡേറ്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ 12/1/2026 എന്നുള്ളത് ചൂസ് ചെയ്തു. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ ലെറ്റർ ഡേറ്റ് ആണ്. നമുക്കിപ്പോൾ ഏതൊരു ലെറ്റർ എടുത്തു കഴിഞ്ഞാലും ആ ലെറ്ററിലായിട്ട് ഒരു ഡേറ്റ് കാണും. ഇപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഡേറ്റ് വെക്കില്ലേ, അതാണ് നമ്മളെ ലെറ്റർ ഡേറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ലെറ്റർ ഡേറ്റ് കാണില്ല. അങ്ങനെ ഒരു ഇതല്ല വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ലെറ്റർ ഡേറ്റ് ഇല്ല. ഓക്കെ, സാധാരണ ഒരു ലെറ്റർ ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഒരു ലെറ്റർ ഡേറ്റ് കാണും. ആ ഡേറ്റ് ആണ് ലെറ്ററിൽ കാണുന്ന ആ ഡേറ്റ് ആണ് ലെറ്റർ ഡേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഇത് ഇന്നലത്തെ ഡേറ്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്.
ഇതിപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് റിസീവ് ചെയ്ത ഡേറ്റിനെക്കാട്ടി ഡേറ്റോ, അതായത് നമ്മളെ കയ്യിൽ റിസീവ് ചെയ്ത ഡേറ്റോ അതിൽ താഴെയോ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ 12-ാം തീയതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഒന്നി 12 ആയിരിക്കണം, അല്ലെങ്കിൽ 12-ന് മുന്നേ ഉള്ള ഏതെങ്കിലും ഡേറ്റ് ആയിരിക്കണം. അതിന് മുകളിലോട്ടുള്ള ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. ഓക്കെ, ഇപ്പൊ ലെറ്റർ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 11-ാം തീയതി കൊടുത്തു, സൺഡേ 11-ാം തീയതി എഴുതിയ ലെറ്റർ നമുക്ക് ഇന്നലെ നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ലെറ്റർ റെഫറൻസ് നമ്പർ ആണ്. റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഇ ഓഫീസ് വഴിയാണ് എന്തെങ്കിലും ഒരു ലെറ്റർ കൈമാറുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ലെറ്ററിനും ഒരു നമ്പർ കാണും, ഒരു ഫയൽ നമ്പർ ആയിരിക്കും അതിന്റെ ടോപ്പിലായിട്ട് കാണിക്കും. ആ ലെറ്ററാണ്, ആ നമ്പറാണ് നമുക്ക് ഇവിടെ ലെറ്റർ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ റെഫറൻസ് നമ്പർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഓക്കെ, അതായിരിക്കണം ഈ ഒരു റെഫറൻസ് നമ്പറിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഡെലിവറി മോഡാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഡെലിവറി മോഡ് എന്ന് പറയുമ്പോൾ ബൈ ഹാൻഡ് ആണോ, പോസ്റ്റലാണോ, കൊറിയർ ആണോ, ഇനി ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണോ, ഏത് ടൈപ്പാണ്, അതായത് ഏത് ടൈപ്പ്, അതായത് ഡെലിവറി മോഡാണ് എന്നുള്ളത് ചൂസ് ചെയ്യാനാണ്. നമുക്കിത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ബൈ ഹാൻഡ് വഴിയാണോ, പോസ്റ്റൽ വഴിയാണോ, കൊറിയർ വഴിയാണോ, ഏത് രീതിയിലാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ചൂസ് ചെയ്യുക. ഇതിപ്പോ ഞാൻ ബൈ ഹാൻഡ് കൊടുക്കുവാണ്. ബൈ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡ് നെക്സ്റ്റ് വരുന്നത് മോഡ് നമ്പർ ആണ്. ഈ നെക്സ്റ്റ് വരുന്ന മോഡ് നമ്പർ ബൈ ഹാൻഡ് കിട്ടിയതാണെങ്കിൽ നമുക്ക് മോഡ് നമ്പർ കാണില്ല. ഓക്കെ, ഇപ്പം നമുക്ക് പോസ്റ്റൽ വഴി കിട്ടിയതാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മോഡ് നമ്പർ ഉണ്ട്, പോസ്റ്റൽ നമ്പർ ഉണ്ട്. അതാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പോസ്റ്റൽ വഴിയോ സ്പീഡ് പോസ്റ്റിനോ ഒക്കെ, സ്പീഡ് പോസ്റ്റ് വഴിയോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു നമ്പർ ഉണ്ട്, പോസ്റ്റൽ നമ്പർ ഉണ്ട്. നമ്മൾ വരുമ്പോൾ നമുക്ക് അതിന് നമ്പർ ഉണ്ട്, മോഡ് നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിരിക്കണം. അടുത്തത് സെൻഡർ ടൈപ്പ് ആണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ വേറെ ഒന്നും വന്നിട്ടില്ല, ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല, അത് അതേപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. അടുത്തത് വരുന്ന VIP എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ VIP എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ VIP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് VIPs ആരെങ്കിലും റെഫർ ചെയ്ത ലെറ്റർ ആണോ എന്നാണ്. ആരെങ്കിലും ഈ ലെറ്റർ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ റെഫർ ചെയ്തത് അത് ഇവിടെ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഉണ്ട്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. MB ആണോ, PMO, ഒരു മിനിറ്റ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി, അതുപോലെ ഇത് ആരെങ്കിലും ആണ്, മിനിസ്റ്റർ ആണെങ്കിലോ MB ആണെങ്കിലോ ഓക്കെ, ഇത് ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഡയറി ഡീറ്റെയിൽസിന്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഡയറി ഡേറ്റ് ആണ്. ഡയറി ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്തത് വരുന്ന ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന്റെ തൊട്ട് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് കണ്ട ഒരു റെഡ് സ്റ്റാർ കണ്ടല്ലോ, ഈ റെഡ് സ്റ്റാർ ഉദ്ദേശിക്കുന്നത് മാൻഡേറ്ററി ഫീൽഡ് ആണ്. ഇത് നമുക്ക് ഫില്ല് ചെയ്തേ പറ്റൂ. ഓക്കെ, മാൻഡേറ്ററി ഫീൽഡ് മാത്രം ഫില്ല് ചെയ്താലും നമുക്കൊരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് മാൻഡേറ്ററി ഫീൽഡായിട്ട് വരുന്നത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ചൂസ് ചെയ്യുക, ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ലെറ്റർ ആണെങ്കിൽ ലെറ്റർ, ഇല്ല അക്നോളജ്മെന്റ് ആണെങ്കിൽ അക്നോളജ്മെന്റ്, സർക്കുലർ ആണെങ്കിൽ ഏതാണെങ്കിലും അത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അത് മാൻഡേറ്ററി ഫീൽഡാണ്. ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല, വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്താൽ മതി. റിസീവ്ഡ് ഡേറ്റ് മാൻഡേറ്ററി അല്ല, ലെറ്റർ ഡേറ്റ് മാൻഡേറ്ററി അല്ല. പിന്നെ നമുക്ക് വരുന്ന മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡെലിവറി മോഡ് മാത്രമാണ്. ഓക്കെ, ഡെലിവറി മോഡ് ബൈ ഹാൻഡ് ആണോ, അതായത് പോസ്റ്റൽ ആണോ, കൊറിയർ ആണോ, അത് മാൻഡേറ്ററി ആണ്, ചൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനും ഡെലിവറി മോഡും മാത്രം ചൂസ് ചെയ്തും നമുക്ക് ഈ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റെസിപ്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഡയറി ഡീറ്റെയിൽസ് ആയിരുന്നു. ഓക്കെ, ഈ ലെറ്ററിന്റെ ഡയറൈസ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിൽസ് ആണ്. ഈ ലെറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ ആരാണോ എഴുതിയിരിക്കുന്നത് അയാളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ലെറ്ററിന്റെ ഫ്രം അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഇത് ഇപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ വിട്ടാലേ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട. ഓക്കെ, ഡിപ്പാർട്ട്മെന്റോ അതർ ഇത് നമുക്ക് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിന് പകരം ഫസ്റ്റ് നമുക്ക് നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, നെയിം ഓർ ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു റെഡ് സ്റ്റാർ എല്ലാം മാൻഡേറ്ററി ഫീൽഡ് ആണെന്ന്. ഇവിടെ നമുക്ക് വരുന്ന ബ്ലാക്ക് സ്റ്റാർ ആണ് വരുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ നെയിം ഓർ ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് മാത്രമാണ് മാൻഡേറ്ററി വരുന്നത്. നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ മാൻഡേറ്ററി ആണ്, അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സ്റ്റാർ വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നെയിം കൊടുത്താലും നെയിം മാത്രം കൊടുത്താലും മതി, ഡെസിഗ്നേഷൻ മാത്രം കൊടുത്താലും മതി, ഇല്ല നമുക്ക് രണ്ടും വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഞാനിവിടെ ഇതിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കുക, അല്ല നെയിം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇത് ISM എന്നങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഡെസിഗ്നേഷൻ. ഇതിൻ്റെ അല്ലാതെ വേറെ ഇതൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലെറ്ററിൽ നോക്കിയാൽ മതി, എല്ലാ ലെറ്ററിലും ഫ്രം അഡ്രസ്സ് കാണും. ആ ഫ്രം അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി. ഡെസിഗ്നേഷൻ ആണ് വരുന്നത്. ഡെസിഗ്നേഷൻ ഞാൻ ഇപ്പോൾ ISM എന്നും കൊടുത്തു, നെയിമും ISM എന്ന് ഞാൻ കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷനും നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, മാൻഡേറ്ററി ആയിട്ടുള്ള മാത്രം ഫില്ല് ചെയ്ത് പോയാലും മതി. ഓക്കെ, അടുത്തത് വരുന്നത് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, മെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കുക. ആ ലെറ്ററിൻ്റെ അകത്ത് മെയിൽ ID യോ മൊബൈൽ നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്തേക്കുക. ഇവിടെ നമുക്ക് അടുത്തത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഫീൽഡ് അഡ്രസ് ആണ്. ഓക്കെ, അഡ്രസ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ ലെറ്ററിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫ്രം അഡ്രസ്സിൻ്റെ അകത്ത് പേര് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ. ഓക്കെ, അതേപോലെ തന്നെ അഡ്രസ് എന്താണോ ആ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അഡ്രസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് പിന്നെ വരുന്ന കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. മാൻഡേറ്ററി ഫീൽഡ് മാത്രം നമുക്ക് മാൻഡേറ്ററി ഫീൽഡ് മാത്രം നമുക്ക് ഫില്ല് ചെയ്ത് പോയാലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അറിയാവുന്നത് മാക്സിമം കൊടുത്തേക്കുക. ഓക്കെ, ഇവിടെ മെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ മെയിൽ ID ജസ്റ്റ് എൻ്റർ ചെയ്തേക്കുക. ഇവിടെ നമുക്ക് മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയുമ്പോൾ നെയിം വരുന്നുണ്ട്, നെയിം ഓർ ഡെസിഗ്നേഷൻ വരുന്നുണ്ട്, അതുപോലെ അഡ്രസ്സും വരുന്നുണ്ട്. ഓക്കെ, നെയിം ഓർ ഡെസിഗ്നേഷൻ ഇവിടെ ഫ്രം അഡ്രസ് ആരുടെ പേരാണോ കൊടുത്തേക്കുന്നത് അയാളുടെ പേര്, ഡെസിഗ്നേഷൻ. ഓക്കെ, താഴെ അയാളുടെ അഡ്രസ്സ് കൊടുത്തേക്കുക. അതിനുശേഷം വേറെയുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ വരുന്ന കൺട്രി, സ്റ്റേറ്റ് ഇതൊന്നും നമുക്ക് ചൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് വരുന്നത് കാറ്റഗറി ആൻഡ് സബ്ജക്ട് എന്നുള്ളതാണ്. കാറ്റഗറി, അതായത് ഈ വന്നിരിക്കുന്ന ലെറ്റർ ഏത് കാറ്റഗറിയാണ്, അതിന്റെ സബ്ജക്ട് എന്താണ്, ഇതാണ് ഇതിൻ്റെ നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഏത് മെയിൻ കാറ്റഗറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കാണിച്ചു തരാം. ഫസ്റ്റ് ഓക്കെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ ഈ വന്നിരിക്കുന്നത്, ഓഡിറ്റ് മാറ്റേഴ്സ് ആണോ, കോർട്ട് കേസ് ആണോ, കോർട്ട് സമൻസ് ആണോ, ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ പെറ്റീഷൻ ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏതാണോ വരുന്നത് അത് ചൂസ് ചെയ്യാം. ഇവിടെ എനിക്കത് കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്, ഇത് ജനറൽ ആയിട്ട് വരുന്ന ഒരു ലെറ്റർ ആണ്, അതുകൊണ്ട് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാറ്റഗറി ആൻഡ് സബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക് മെയിൻ കാറ്റഗറി സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ജനറൽ ആയിട്ട് വരുന്ന ഒരു ലെറ്റർ ആയതുകൊണ്ട് ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതല്ല വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നതാണെങ്കിൽ അത് കൊടുക്കാം. ബില്ലാണെങ്കിൽ ബില്ല് കൊടുക്കാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. അതേപോലെ തന്നെ ഓഡിറ്റ് മാറ്റേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കാം. ഏതാണെങ്കിലും കൊടുക്കാം. മെയിൻ കാറ്റഗറി ഞാൻ ഇവിടെ ജനറൽ ആണ് കൊടുത്തത്. സബ് കാറ്റഗറി വരില്ല, അതുകൊണ്ട്. ഓക്കെ, സബ് കാറ്റഗറി വരില്ല, നിങ്ങൾ മെയിൻ കാറ്റഗറി മാത്രം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് പോലെ തന്നെ കാറ്റഗറി ആൻഡ് സബ്ജക്റ്റ്, ഏത് കാറ്റഗറിയാണ് ഈ ലെറ്റർ, അതുപോലെ തന്നെ ഈ ലെറ്ററിന്റെ സബ്ജക്റ്റ് എന്താണ്. ഓക്കെ, ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. സബ്ജക്റ്റ് എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ ടെസ്റ്റ് ആയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്തു. ഇതിന് ശേഷം നമുക്ക് ഈ റെസിപ്റ്റ്, ഈ മാൻഡേറ്ററി ഫീൽഡ് എല്ലാം, മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ റെസിപ്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് ജനറേറ്റ് ആയി വരും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. ഏറ്റവും അടിയിലായിട്ട് ജനറേറ്റ് ആൻഡ് സെൻഡ്, ജനറേറ്റ് ആൻഡ് കോപ്പി. ഓക്കെ, ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ജനറേറ്റ് ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ ഈ ഒരു റെസിപ്റ്റ് ജനറേറ്റ് ആവുകയും ചെയ്യും, കൂടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ വരും. വേറെ ഒന്നുമില്ല, ഈ
ഫസ്റ്റ് കിടക്കുന്ന ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം, ജനറേറ്റ് ആൻഡ് സെൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് കിടക്കുന്ന ജനറേറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ആവത്ത് മാത്രമേ ഉള്ളൂ, ആ റെസിപ്റ്റിനെ ആ ജനറേറ്റ് ആയി കാണാൻ പറ്റും. ഓക്കെ, ജനറേറ്റ് ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ജനറേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, കൂടെ ആ സെൻഡ് ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ടോ ആ ഒറ്റ ക്ലിക്കിൽ തന്നെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ വരും. ആ റെസിപ്റ്റ് ജനറേറ്റ് ആയി സെൻഡിന്റെ ഓപ്ഷൻ വരും. ഓക്കെ, ജനറേറ്റ് ആൻഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ആവുകയും ചെയ്യും, അതിന്റെ ഒരു കോപ്പി നമുക്ക് അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് ജനറേറ്റ് മാത്രം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് നമ്മൾ മാൻഡേറ്ററി ഫീൽഡുകളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന ഡയറി ഡീറ്റെയിൽസിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് ഡയറി ഡേറ്റ് ആണ്, അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അതുപോലെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. റിസീവ്ഡ് ലെറ്റർ നമുക്ക് എന്താണോ റിസീവ്ഡ് ഡേറ്റ് അത് ചൂസ് ചെയ്യുക. ലെറ്റർ ഡേറ്റ് എന്താണോ അത് ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ലെറ്റർ റെഫറൻസ് നമ്പർ ഉണ്ട്, അത് നമുക്ക് ഇവിടെ കാണും. ഓക്കെ, എല്ലാ ലെറ്ററിനും ഈ ഓഫീസ് വഴിയുള്ള എല്ലാ ലെറ്ററിനും ആ ഒരു നമ്പർ കാണും, ലെറ്റർ നമ്പർ കാണും, അത് ഇവിടെ എൻറ്റർ ചെയ്തിരുന്നാൽ മതി. പിന്നെ ഡെലിവറി മോഡ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. ബൈ ഹാൻഡ് ആണോ പോസ്റ്റലാണോ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിരിക്കുക. ഓക്കെ, അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ലെറ്റർ എഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ ഫ്രം അഡ്രസ്സ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നെയിം ആണെങ്കിലും ഡെസിഗ്നേഷൻ ആണെങ്കിലും അഡ്രസ്സ്, പിന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ആ കോൺടാക്ട് ഡീറ്റെയിൽസിൽ എൻറ്റർ ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് കാറ്റഗറി ആൻഡ് സബ്ജക്റ്റ് ആണ്. അത് ഈ കാറ്റഗറി ഏതാണോ, ഈ ലെറ്റർ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇപ്പം ജനറൽ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. അടുത്തത് വരുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഈ ഒരു ലെറ്ററിന്റെ സബ്ജക്റ്റ് എന്താണോ അത് നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുക. ഓക്കെ, സബ്ജക്റ്റിന്റെ അവിടെ കൊടുക്കുക. ഇത് കഴിഞ്ഞ് ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കണ്ടുണ്ടാവും സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രീൻ കളറിൽ സക്സസ് എന്ന് പറഞ്ഞ് റെസിപ്റ്റ് അതിന്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്, അതായത് റെസിപ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോ ചെയ്യുന്ന ആരാണ്? CRU ആണ് ഇത് ചെയ്യുന്നത്. CRU ലോഗിനിലാണ് നമ്മൾ ഒരു റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. CRUവിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ ആകെ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇത് സെൻഡ് ചെയ്ത് മെഡിക്കൽ ഓഫീസറിന് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾക്ക് ലെറ്റർ ഒക്കെ അതിനൊരു ആക്ഷനൊക്കെ ആയി ലെറ്റർ ആയി നമ്മൾ ഓഫീസിൽ നിന്ന് റിപ്ലൈ കൊടുക്കാനുള്ള ലെറ്റർ ഒക്കെ ആക്കി സൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CRUയിലേക്ക് കൊടുക്കുന്നു. CRU ആ ലെറ്ററിനെ മാത്രം പുറത്ത് ആർക്കാണോ കൊടുക്കാനുള്ളത് അവരേക്ക് കൊടുക്കുന്നു. പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ബൈ ഹാൻഡോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓഫീസ് വഴിയാണെങ്കിൽ ഈ ഓഫീസ് വഴി കൊടുക്കുന്നു. ഇതാണ് CRU ചെയ്യുന്നത്. CRU ഒരിക്കലും ഫയല് കൈകാര്യം ചെയ്യില്ല. ഓക്കെ, ഇതിപ്പം ഒരു റെസിപ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ റെസിപ്റ്റിലാണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു ലെറ്ററിനെ നമ്മൾ റെസിപ്റ്റ് ആക്കി. ഓക്കെ, ഈ റെസിപ്റ്റിലാണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഈ റെസിപ്റ്റിനെ നമുക്ക് എന്താണ് CRU റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ സെൻഡ് ചെയ്ത് മെഡിക്കൽ ഓഫീസറിന് കൊടുക്കണം. അതിന് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ടോപ്പിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. കണ്ടോ, ഈ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് നേരെ ആർക്കാണോ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അവരുടെ കയ്യിലായിരിക്കും ഈ റെസിപ്റ്റ് കിടക്കുന്നത്. പിന്നെ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന സെൻഡ് SEND എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിപ്പം സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ ഒരു പോപ്പപ്പ് ആണ് വരുന്നത്. ഇതിനകത്ത് സെൻഡിൻ്റെ അത് വേറെ ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ 2ന്റെ അത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ ഓഫീസിൽ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ആളുടെ പേരിന്റെ ആദ്യത്തെ 3 ലെറ്റർ ടൈപ്പ് ചെയ്താൽ തന്നെ ലിസ്റ്റ് ആവും. നോക്കുക, ഇവിടെ ഞാനിപ്പോൾ ഷീല എന്ന് പറയുന്ന ഷീല JSIT. ഓക്കെ, അതായത് ഡെസിഗ്നേഷന് കൂടെ കാണും ആരാണോ JS ആണ്, IT-യിലെ JS ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ സീറ്റാണ് വരുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ സീറ്റായിരിക്കും വരുന്നത്. ഇപ്പൊ അവിടെ ഫാർമസിന് വരുന്നത് PHIM ഏതാണോ ഓഫീസിന്റെ ഷോർട്ട് നെയിം ആയിരിക്കും പിന്നെ വരുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പം PHIM GAD ഏത് ഒരു GAD ആണെങ്കിൽ GAD, GH ആണെങ്കിൽ GH, പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിന്റെ ഷോർട്ട് നെയിം. ഇപ്പൊ തിരുവല്ലയ്ക്കാണെങ്കിൽ ചിലപ്പോൾ തിരുവല്ലയ്ക്ക് TRVL എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് നെയിം ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ
നോക്കുക, നമ്മൾ ആളുടെ പേരിന്റെ ആദ്യത്തെ 3 ലെറ്റർ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഫുൾ എൻ്റർ ചെയ്യാറിയെങ്കിൽ ഫുൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അതാ ഞാൻ ഇവിടെ ഷൈൻ എന്ന് പറയുന്ന പേരാണ് എൻ്റർ ചെയ്തത്. ഷൈൻ HIT2. ഓക്കെ, ആളുടെ സീറ്റ് നമ്പർ ആണ് IT2 എന്നുള്ളത്. ഓക്കെ, ഇത് കൺഫേം ചെയ്യുക. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതാണ്ട് ഏറ്റവും താഴെയായിട്ട് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിരുന്നാൽ മതി. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനില്ല. ഓക്കെ, 2 ഓപ്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ജനറേറ്റ് ആൻഡ് സെൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. നമുക്ക് ജനറേറ്റ് ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി റെസിപ്റ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതി കാണിച്ചു. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഓപ്ഷനും കൂടെ ഇതും കൂടെ വന്നാണ്, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടോട്ട് വന്നാണ്. ഈ സെൻഡ് ചെയ്യുന്ന ഓപ്ഷനും കൂടെ ആ ജനറേറ്റ് ആൻഡ് സെൻഡ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ വന്നാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഈ 2 അഡ്രസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഞാനിപ്പോ സെൻഡ് ചെയ്ത് നമ്മളെ മെഡിക്കൽ ഓഫീസറിന് സെൻഡ് ചെയ്യുവാണ്. CRU മെഡിക്കൽ ഓഫീസറിനായിരിക്കണം സെൻഡ് ചെയ്യുന്നത്. സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. മെഡിക്കൽ ഓഫീസറിന് കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസറിന്റെ റെസിപ്റ്റിന്റെ ഇൻബോക്സിലായിരിക്കും ഇത് കാണുന്നത്. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ആയിരിക്കും. ഓക്കെ, റെസിപ്റ്റിന്റെ ഇൻബോക്സിൽ വരും. ഓക്കെ, റെസിപ്റ്റിന്റെ ഇൻബോക്സ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ കിടക്കുന്നതായിരിക്കും റെസിപ്റ്റുകൾ. ഓക്കെ, ഈ റെസിപ്റ്റ് നമ്പർ ആണ് ഈ കിടക്കുന്ന 1183 ഇൻ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്ന ആ ഒരു റെസിപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് ഓപ്പൺ ആവും. കണ്ടോ, ഈ റെസിപ്റ്റ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതിപ്പോ മെഡിക്കൽ ഓഫീസർ ഈ റെസിപ്റ്റ് വായിച്ചു നോക്കിയ ശേഷം തിരിച്ച് നേരെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ക്ലർക്കിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വീണ്ടും എന്താണ് സെൻഡ് ഓപ്ഷൻ എടുക്കുന്നു. സെൻഡ് ചെയ്ത് ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ക്ലർക്കിന് കൈമാറുന്നു. ഓക്കെ, ഇത് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഈ റെസിപ്റ്റ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, ഇത് നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഇതിന്റെ നമുക്ക് എൻ്റർ ചെയ്യാനോ ടൈപ്പ് ചെയ്ത് വെക്കാനോ ഒന്നും ഒരു ഓപ്ഷനും ഇല്ല. അതിനുവേണ്ടി നമ്മൾ ഈ വന്നിരിക്കുന്ന ലെറ്ററിനെ എന്താണ് ചെയ്യുന്നത്, ഒരു ഫയലിനുള്ളിലേക്ക് ആക്കണം. ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് നമുക്ക് ഈ ഫയൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫയലിനുള്ളിലേക്ക് ഈ റെസിപ്റ്റിനെ ആക്കുന്നു. എന്നിട്ട് ഈ റെസിപ്റ്റിനുള്ള ആക്ഷൻ നമ്മൾ ആ ഫയലിൽ എടുക്കുന്നു. ഓക്കെ, അതാണ് നമുക്ക് ഇത് ഈ ഒരു ഫാർമസിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ക്ലർക്കിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തു. ഫാർമസിസ്റ്റ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഫയലിനുള്ളിലേക്ക് ഈ റെസിപ്റ്റിനെ ആക്കണം. ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഫയൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പിലായിട്ട് കിടക്കുന്ന ഓപ്ഷൻസ് തന്നെ നമുക്ക് ഫയലിന്റെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഫയലിന്റെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, ഓക്കെ, ഒരു ഫയലിന്റെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ആ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഓപ്ഷൻസിന്റെ മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫയൽ നമ്പർ നമുക്ക് ചൂസ് ചെയ്തിരിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് കൊടുത്തിരിക്കണം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ സബ്ജക്ട് എന്താണോ അത് കൊടുത്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഫയൽ നമ്പർ എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. ഫയൽ നമ്പർ എല്ലാവർക്കും അവിടുത്തെ ഫയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ കാണിക്കൂ. അത് മാത്രം ചൂസ് ചെയ്തിരുന്നാൽ മതി. അവിടുത്തെ കോഡായിരിക്കും, എന്തെങ്കിലും ഷോർട്ട് ഫോം ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഓഫീസിന്റെ പേരിന്റെ ഷോർട്ട് ഫോം എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ചൂസ് ചെയ്യുക. ഒരെണ്ണേ കാണും, അത് ചൂസ് ചെയ്തിരിക്കുക. ഈ ഫയൽ നമ്പർ നമുക്ക് ചൂസ് ചെയ്യണം. അതിന് ആദ്യത്തെ ചൂസ് ചെയ്യാനുള്ള ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് മാൻഡേറ്ററി ആണ്, ആദ്യത്തെ ഫീൽഡ് ചൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ലാസ്റ്റ് ഫീൽഡ് മാത്രം ചൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് കൂടെ എനിക്ക് ISM എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഓരോരുത്തർക്കും ഇപ്പം മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ MO എന്ന് കാണും. അതായത് ആരാണോ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ആളുടെ ലോഗിനിൽ നിന്നാണോ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു സീറ്റിന്റെ നെയിം ആയിരിക്കും ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ കാണുന്നത്. ഇപ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് GAD ആണെങ്കിൽ, ഡിസ്പെൻസറി ആണെങ്കിൽ അവിടെ മെഡിക്കൽ ഓഫീസർ, ഫാർമസിസ്റ്റ്, അതായത് MO PHAM എന്ന് 2 കോഡായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മെഡിക്കൽ ഓഫീസറിന്റെ ലോഗിനിൽ നിന്നാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ MO എന്നായിരിക്കണം കൊടുക്കേണ്ടത്. അതേപോലെ ഫാർമസിസ്റ്റിന്റെ ലോഗിനിൽ നിന്നാണെങ്കിൽ PHAM എന്നായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, PHAM എന്നായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതേതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സബ്ജക്ട് എന്താണോ സബ്ജക്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ സബ്ജക്ട് എൻ്റർ ചെയ്യുവാണ്. ചുമ്മാ ISM ടെസ്റ്റ് എന്ന് മാത്രം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇതിനുശേഷം വേറെ ഒന്നും മാൻഡേറ്ററി ഇല്ല. നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഏത് കാറ്റഗറിയാണ് എന്നൊക്കെ ഉള്ളതാണ്. മെയിൻ കാറ്റഗറി ഏതാണെന്ന് ചൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്ത് സബ് കാറ്റഗറി വരുന്നുണ്ട്. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ലാംഗ്വേജ് ഏതാണ്, നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ ഫയൽ വർക്ക് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണോ അത് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ മലയാളമാണ് കൊടുത്തത്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ വർക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഫയലിന്റെ ക്രിയേറ്റ് എടുക്കുക. അതിനുശേഷം അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഫയൽ നമ്പർ ആണ്. ഫയൽ നമ്പറിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ ഫീൽഡ് ചൂസ് ചെയ്യുക. ഓക്കെ, അവിടെ ഒരെണ്ണം മാത്രമേ കാണൂ, അത് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് ഫീൽഡ് ആരാണോ ആരുടെ ലോഗിനിൽ നിന്നാണോ, ഇപ്പം മെഡിക്കൽ ഓഫീസറിന്റെ ലോഗിനിൽ നിന്നാണ്, ഈ ഓഫീസ് ലോഗിനിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ MO എന്ന് കൊടുക്കുക. ഇല്ല ഫാർമസിസ്റ്റിന്റെ ആകുമ്പോൾ PHA എന്ന് കൊടുക്കുക. പിന്നെ ഇപ്പൊ ക്ലർക്ക് ഒക്കെ ആണെങ്കിൽ C1 എന്നോ ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അത് നോക്കുക. C1, C2, C3 എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ C എന്നുള്ളത് C1 ഏത് സീറ്റാണോ ഉള്ളത്, ഇപ്പം ഓരോരുത്തർക്കും ഓരോ സീറ്റ് നമ്പർ കാണും. അത് ടോപ്പിലായിട്ട് നോക്കിയാൽ മതി. ടോപ്പിലായിട്ട് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഇവിടെ കാണാമല്ലോ ഈ ഓഫീസ് അഡ്മിൻ ISM, ഈ ഓഫീസ് അഡ്മിൻ ISM എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുമ്പോൾ പേരായിരിക്കും, ആളുടെ പേരായിരിക്കും വരുന്ന ടോപ്പിലായിട്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഏത് സീറ്റാണോ, ഇപ്പൊ C1 ആണെങ്കിൽ C1, മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ MOGID അല്ലെങ്കിൽ CMO ആണെങ്കിൽ CMOGH, ഏതാണോ ആ സ്ഥാപനത്തിന്റെ പേരും കൂടെ ആയിരിക്കും വരുന്നത്. അവിടെ നോക്കിയാൽ മതി. ഇപ്പൊ C1 ആണെങ്കിൽ C1 സീറ്റ് ആണെങ്കിലും ഇവിടെ കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ C1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. C എന്ന് മാത്രമേ ഉള്ളെങ്കിൽ C എന്നുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, കോമൺ ആയിട്ട് അവിടെ എല്ലായിടത്തും ഇത് കണക്കെ ആയിരിക്കും. MO അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് PHA എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഹോസ്പിറ്റലുകളിലാണെങ്കിൽ CMO എന്നോ കാണും, അല്ലെങ്കിൽ SMO എന്നൊരെണ്ണം കാണും. ഓക്കെ, രണ്ട് ഏതായാലും ഒരെണ്ണം ചൂസ് ചെയ്യുക. CMO ആണെങ്കിൽ CMO ചൂസ് ചെയ്യുക, SMO ആണെങ്കിൽ SMO ചൂസ് ചെയ്യുക. ഓക്കെ, അതിന് വേറെ ഒരെണ്ണം വരുന്നത് C എന്നായിരിക്കും. ക്ലർക്കിനെല്ലാം C എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ വർക്കിംഗ് കൊടുക്കുക. ഇത്രയും മതി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ. കണ്ടിന്യൂ വർക്കിംഗ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. അതിന് ഫസ്റ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫയൽ നമ്പർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫയൽ നമ്പർ യുണീക്ക് ആയിരിക്കും. ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ യുണീക്ക് ആയിരിക്കും വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ഫയൽ നമ്പർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ അതിന് ആ ഒരു ഇതാണ് പോപ്പപ്പ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്രൊസീഡ് കൊടുത്താൽ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ് കൊടുക്കുകയാണ്. ഓക്കെ, പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ കണ്ടോ ടോപ്പിലായിട്ട് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്, സക്സസ് എന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് ഫയൽ നമ്പറും കാണാം. ഓക്കെ, ഇതാണ് ഫയൽ നമ്പർ ISM/1/2026-ISM. ഇതാണ് ഫയൽ നമ്പർ. ഓക്കെ, ഈ ഫയൽ നമ്പർ നമുക്ക് ഇവിടെ തന്നെ കാണിക്കും. ഫയലിന്റെ ടോപ്പിലായിട്ട് കണ്ടോ കാണിക്കുന്നുണ്ടോ ഫയൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട്. ഫയൽ നമ്പർ ISM/1/2026-ISM എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫയലിലാണ് നമ്മൾ വർക്ക് എല്ലാം ചെയ്യുന്നത്. ഈ ഒരു ഫയലിനുള്ളിലേക്കാണ് നമുക്ക് കിട്ടിയ ലെറ്റർ ഉണ്ടല്ലോ, നമ്മൾ റെസീപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ കിട്ടിയ ലെറ്ററിനെ, ആ റെസീപ്റ്റിനെ നമ്മൾ ഈ ഒരു ഫയലിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി, ആ റെസീപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ആഡ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ആഡ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് റെസീപ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് റെസീപ്റ്റ് ആണോ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റെസീപ്റ്റിനെ ചൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ റെസീപ്റ്റ് ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ റെസീപ്റ്റിനെ ചൂസ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3 ഓപ്ഷൻ കാണാം. ഏറ്റവും ടോപ്പിലായിട്ട് ഇയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് 2026 കൊടുത്തു കഴിഞ്ഞാൽ 2026 ക്രിയേറ്റ് ചെയ്ത റെസീപ്റ്റുകൾ മാത്രമേ ഇവിടെ നമുക്ക് കാണിക്കുകയുള്ളൂ. ഇത് നമുക്ക് 2025 ആക്കുവാണെങ്കിൽ 2025 ക്രിയേറ്റ് ചെയ്ത റെസീപ്റ്റുകൾ ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഇയർ മാറ്റി നമുക്ക് റെസീപ്റ്റ് സെർച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്തു, 2026 ചൂസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ ആ റെസീപ്റ്റ് ചൂസ് ചെയ്തു. നമുക്ക് എത്ര റെസീപ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ചൂസ് ചെയ്ത ശേഷം റിമാർക്ക് എന്താണോ അത് കൊടുക്കുക. ഓക്കെ, റിമാർക്ക് കൊടുത്ത ശേഷം അറ്റാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ആ റെസീപ്റ്റിനെ നമ്മൾ ഈ ഫയലിനുള്ളിലേക്ക് അറ്റാച്ച് ചെയ്യും.
ഓക്കെ, ഞാൻ ഇതിപ്പോൾ അറ്റാച്ച് ചെയ്യുവാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്നും കൂടെ പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലാങ്ക് ഫയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ബ്ലാങ്ക് ഫയലിനെ നമുക്ക് റെസിപ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഈ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കും, നമുക്കൊരു റെസിപ്റ്റും ഇല്ലാതല്ലോ. നമുക്കിവിടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, ആ ലെറ്ററിനെ നമ്മൾ റെസിപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിനെ റെസിപ്റ്റ് ആക്കിയ ആ ലെറ്ററിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആ റെസിപ്റ്റിനെ നമുക്ക് ഫയലിനുള്ളിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ആ റെസിപ്റ്റിനാണ് നമ്മൾ ഈ ഒരു ഫയലിൽ ആക്ഷൻ എടുക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ റെസിപ്റ്റിനെ ആഡ് ചെയ്യാൻ ആഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ആഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് റെസിപ്റ്റ് ആണോ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ റെസിപ്റ്റിനെ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിമാർക്ക് എന്താണോ അത് കൊടുത്ത ശേഷം അറ്റാച്ച് എന്ന് പറയുന്നത് കൊടുക്കുക. അറ്റാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ റെസിപ്റ്റിലേക്ക് അറ്റാച്ച് ആവും. ഓക്കെ, ഇനി റെസിപ്റ്റിന്റെ ഇൻബോക്സിലോ ഒന്നും കാണിക്കില്ല, കാരണം ആ റെസിപ്റ്റിനെ നമ്മൾ ഈ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഫയലിൽ മാത്രമായിരിക്കും ഈ റെസിപ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതല്ല, നേരത്തെ ക്രിയേറ്റ് ചെയ്ത റെസിപ്റ്റ് ആണ്, മാറിപ്പോയാണ്, ചൂസ് ചെയ്ത് മാറിപ്പോയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ റെസിപ്റ്റ് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഓപ്ഷൻസ് ഒക്കെ കുറച്ചൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ആഡ് ഗ്രീൻ നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാമല്ലോ, ഗ്രീൻ കളറിലുള്ള ഒരു വിൻഡോ ആണ്. അതിന്റെ തൊട്ട് ടോപ്പിലായിട്ട് ആഡ് ഗ്രീൻ നോട്ട്, തൊട്ട് അടുത്തതായിട്ട് ആഡ് യെല്ലോ നോട്ട്. ഒന്നുമില്ല, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഫിസിക്കൽ ആയാലും എല്ലാത്തിലായാലും എന്ത് തരം ഫയലായാലും, ഫിസിക്കൽ ഫയലായാലും ഇലക്ട്രോണിക് ഈ ഓഫീസിലായാലും നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. നമ്മൾ ഈ ഫയലിൽ എന്താണോ ചെയ്യുന്നത് അത് നോട്ടായിട്ട് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കും. അതായത് നമ്മളല്ല, മറ്റൊരാൾ വന്ന് ഈ ഒരു ഫയല് നോട്ട് വായിച്ചാൽ നമ്മൾ ഈ ഫയലിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റണം. ആ രീതിയിലായിരിക്കും ആ രീതിയിൽ നമ്മൾ നോട്ട് ഇതിൻ്റെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അതായത് നമുക്ക് ഈ ഒരു ഫയലിൻ്റെ അകത്ത് എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ നോട്ടിൻ്റെ അകത്ത് കാണിച്ചിരിക്കണം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഗ്രീൻ നോട്ട് എന്ന് പറയുന്നുണ്ട്, യെല്ലോ നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രീൻ നോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് നമുക്ക് എഴുതാം. യെല്ലോ നോട്ട് എന്നുള്ളതിൻ്റെ അത് ക്ലിക്ക് ചെയ്താലും ആ യെല്ലോ നോട്ടായിട്ട് നമുക്ക് എഴുതാം. അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഗ്രീൻ നോട്ട് തന്നെ ആയിരിക്കും, യെല്ലോ നോട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്നത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം. ഓക്കെ, പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരുപാടൊന്നും എഡിറ്റ് ചെയ്യാനില്ല. ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ. ഫയൽ നമ്പർ ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലിക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കെ, ഇതിപ്പം നമുക്ക് പിന്നെ സെൻഡ് എഡിറ്റ് കഴിഞ്ഞ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫയൽ നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണം. അതായത് നമുക്ക് ഫയൽ ഒരിക്കലും മറ്റൊരു ഓഫീസിലേക്ക് സെൻഡ് ചെയ്യില്ല, നമ്മൾ ഓഫീസിനുള്ളിലായിരിക്കും ഫയൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു വർക്ക് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഫാർമസിസ്റ്റിന്റെ അല്ലെങ്കിൽ ക്ലർക്കിന്റെ കയ്യിൽ നിന്ന് മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ക്ലർക്കിലേക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ CREയിലേക്ക് ഇങ്ങനെയായിരിക്കും നമ്മളെ ഫയലിന്റെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഫയൽ ഇത്രയും പേർക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യൂ. ഓക്കെ, നമ്മൾ ഉള്ളിലുള്ള സ്റ്റാഫിന് മാത്രം ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നതെന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിലായിട്ട് ഒരു 3 വര കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് വരുന്ന TOC ആണ്. TOC എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻവേഡ് ഔട്ട്വേഡ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കാണിക്കുന്നത് ഈ TOCക്കകത്താണ്. അതായത് വരുന്ന ലെറ്റർ ഇൻവേഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. വരുന്ന ലെറ്റർ ആരെങ്കിലും നമുക്കൊരു ലെറ്റർ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഓഫീസിലേക്ക് റെസിപ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ആ റെസിപ്റ്റ് ഫയലിലാക്കി കഴിഞ്ഞാൽ ആ റെസിപ്റ്റിനെ ഫയലിനുള്ളിൽ കാണിക്കുന്ന TOC എന്ന് പറയുന്ന ഇതിൻ്റെതായിരിക്കും, ഈ ഒരു ഓപ്ഷനിലായിരിക്കും കാണിക്കുന്നത്. ആ റെസിപ്റ്റുകളെ എല്ലാം കാണിക്കുന്നത് TOCക്കകത്തായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്വേഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെറ്റർ ആക്കി, ഇതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ഒരു ലെറ്റർ ആക്കി, ആ ലെറ്റർ നമ്മൾ സൈൻ ചെയ്ത് എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് അത് പുറത്തേക്ക് കൊടുക്കുന്നത്, നമ്മൾ CREയിൽ നിന്നാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ CREയിൽ കൊടുത്ത് CREയിൽ നിന്ന് ആ ലെറ്റർ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ആ പുറത്തേക്ക് കൊടുക്കുന്നത് ഡെസ്പാച്ച് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അത് പോട്ടെ, പുറത്തേക്ക് സെൻഡ് ചെയ്തു, ആ ലെറ്റർ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഔട്ട്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആയി. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലെറ്റർ എല്ലാം കാണിക്കുന്നത് ഈ TOC-കകത്തായിരിക്കും. അതായത് നമുക്ക് ഇങ്ങോട്ട് വരുന്നതും പുറത്തേക്ക് പോയി കഴിഞ്ഞാലും കാണിക്കുന്നത് TOC-കകത്ത്. ഇൻവേർഡ് ഔട്ട്വേർഡ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കാണിക്കുന്നത് TOC-കകത്തായിരിക്കും. ഓക്കെ, അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ ഇപ്പം റെസിപ്റ്റുകളെല്ലാം TOC-കകത്തായിരിക്കും കാണിക്കുന്നത്. അത് ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ റീസെന്റ് ആണ്. റീസെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ റീസെന്റ് ആയിട്ട് എടുത്ത് ഏതാണോ ആ ഒരു ഇത് വരും. ഓക്കെ, ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ റെസിപ്റ്റുകളും നമുക്ക് ഓപ്പൺ ആയി വരും ഓൾ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് പ്രീവിയസ് നോട്ട്സ് ആണ്. നോട്ട് എന്ന് പറയുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നോട്ട് നമ്മൾ എഴുതി പോവും. ഓക്കെ, പ്രീവിയസ് നോട്ട്സ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് നോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇല്ല നമുക്ക് ഈ സൈഡിൽ തന്നെ കാണാനും പറ്റും കേട്ടോ. പിന്നെ മൈഗ്രേറ്റഡ് നോട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് മാത്രം, ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയലിന്റെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഈ ഒരു റെസിപ്റ്റിന് നമുക്കൊരു ആക്ഷൻ എടുക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഗ്രീൻ നോട്ട് അല്ലെങ്കിൽ യെല്ലോ നോട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 തരം നോട്ടാണുള്ളത്. ഗ്രീൻ നോട്ട് ഉണ്ട്, യെല്ലോ നോട്ട് ഉണ്ട്. നമുക്കിവിടെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഗ്രീൻ നോട്ട് മാത്രമായിരിക്കും. പക്ഷെ ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഗ്രീൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്ത് മറ്റൊരാൾക്ക് നമ്മൾ ഈ ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ നോട്ടിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തേണ്ട മറ്റൊരാൾക്ക് സെൻഡ് ചെയ്താൽ മാത്രം. ഓക്കെ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമ്മളെ പേര്, ഡെസിഗ്നേഷൻ, ഡേറ്റ് എന്നാണോ ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റ്, ഓക്കെ, ആ ടൈം, ഇത് ഇത്രയും സ്റ്റാമ്പ് ആയിരിക്കും. മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിന്റെ താഴെ ഇത്രയും സ്റ്റാമ്പ് ആവും. പിന്നെ നമുക്ക് ഈ ഒരു നോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ നോട്ടിൽ നമ്മൾ അതായത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് യെല്ലോ നോട്ട് ആവുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രീൻ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമനന്റ് നോട്ടാണ്, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ യെല്ലോ നോട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി നോട്ടാണ്. യെല്ലോ നോട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയറക്ടറിന് എന്തെങ്കിലും നോട്ട് ടൈപ്പ് ചെയ്യാൻ ടൈമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഫയൽ അയച്ച് CAക്ക് കൊടുക്കും. CA ആ ഫയലിൻ്റെ അകത്ത് യെല്ലോ നോട്ടായിട്ട് ടൈപ്പ് ചെയ്യും. ഓക്കെ, യെല്ലോ നോട്ടായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഡയറക്ടറിന് അയച്ചു കൊടുക്കുമ്പോൾ ഡയറക്ടർ ആ നോട്ട്, അത് യെല്ലോ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അല്ല, അവിടെ സ്റ്റാമ്പ് ചെയ്യില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിപ്പോ യെല്ലോ നോട്ട് ആണെങ്കിൽ എടുക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ മതി. യെല്ലോ നോട്ടിന്റെ അത് ക്വിക്ക് നോട്ടിംഗ് ഉണ്ട്, സേവ് ഉണ്ട്, കൺഫേം ഉണ്ട്, ഡിസ്കാർഡ് ഉണ്ട്, വേർഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നോക്കി വെക്കണം. കൺഫേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഡിസ്കാർഡ് ചെയ്യുവാണ്. ഇനി ഗ്രീൻ നോട്ട് എടുക്കുവാണ്. ഗ്രീൻ നോട്ടിന്റെ അത് ക്വിക്ക് നോട്ടിംഗ് ഉണ്ട്, സേവ് ഉണ്ട്, ഡിസ്കാർഡ് ഉണ്ട്. ഈ 3 ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ നോക്കിക്കോണം. യെല്ലോ നോട്ട് എടുക്കുന്നു, യെല്ലോ നോട്ടിന്റെ അത് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, യെല്ലോ നോട്ടിന്റെ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് സേവ് ആണ്. നോട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സേവ് ആണ്. ടോപ്പിലോട്ട് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കണ്ടോ ലാസ്റ്റ് സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ഇത് റെഡ് ആയിട്ട് മാറും. ഓക്കെ, നോട്ട് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ റെഡ് ആയിട്ട് മാറും. എന്നിട്ട് ഗ്രീൻ ആവുമ്പോൾ അത് സേവ് ആവും. ഓക്കെ, ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നോട്ട് എഴുതി ഇതിപ്പം സെൻഡ് ചെയ്ത് ഡയറക്റ്റിന് കൊടുത്താലും ഇത് ഇതേപോലെ തന്നെ കാണും. ഓക്കെ, ഇത് സ്റ്റാമ്പ് ചെയ്യത്തോ ഇതിപ്പം CAയുടെ പേര് സ്റ്റാമ്പ് ചെയ്യത്തോ ഒന്നുമില്ല. ഈ യെല്ലോ നോട്ടായിട്ട് തന്നെ ഇതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണിക്കും. ഇത് എപ്പോ കൺഫേം ചെയ്യുന്നോ അപ്പോൾ മാത്രമേ അത് ഗ്രീൻ നോട്ടായിട്ട് മാറും. അതായത് യെല്ലോ നോട്ടിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ നോട്ട് ആവും. ഓക്കെ, ഗ്രീൻ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഈ ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേര് അതിൻ്റെ സ്റ്റാമ്പ് ആവും. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല നോട്ട്. പക്ഷെ യെല്ലോ നോട്ട് അതല്ല, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരാണോ ഈ കൺഫേം കൊടുക്കുന്നത് അയാളുടെ പേരിലായിരിക്കും പിന്നെ ആ നോട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഓക്കെ, ആരുടെ പേരിലാണോ കൺഫേം കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ ഇതേ ഒരു നോട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ നോട്ട് കൺഫേം കൊടുക്കണോ വേണ്ടെന്നാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ നോട്ടായിട്ട് മാറി. കണ്ടോ, ഗ്രീൻ കളറിലേക്ക് മാറിയത്.
ഇത് ഗ്രീൻ നോട്ടായിട്ട് മാറി. ഇത് ഞാൻ ഈ ഒരു ഫയല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ പേരിലായിരിക്കും പിന്നെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ നോട്ട് മാത്രമേ ഉള്ളൂ. ഗ്രീൻ നോട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. നോട്ട് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ലെറ്ററിന് മറുപടി കൊടുക്കണ്ടേ? ഈ ഒരു ഫയൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഫയലിനുള്ളിലാണ് ഈ നോട്ട് വരുന്നത്. ഈ നോട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഫയലിനുള്ളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്ന എവിടെയാണ്? നോട്ടിലാണ്. ഇപ്പൊ ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നത് നോട്ടിലാണ്. ഫാർമസിസ്റ്റും മെഡിക്കൽ ഓഫീസറും തമ്മിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നത് നോട്ടിലാണ്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് എഴുതി എന്നിട്ട് മെഡിക്കൽ ഓഫീസറിന് കൊടുക്കുന്നു. മെഡിക്കൽ ഓഫീസർ അത് ഓക്കെ, ആ നോട്ട് ഓക്കെ ആണ്, അത് മതി എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള റിപ്ലൈക്ക് അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് ആ നോട്ട് ടൈപ്പ് ചെയ്ത് മെഡിക്കൽ ഓഫീസർ നോട്ട് ടൈപ്പ് ചെയ്ത് എന്നിട്ട് ഫയൽ തിരിച്ച് ഫാർമസിസ്റ്റിന്റെ കയ്യിലോട്ട് അല്ലെങ്കിൽ ക്ലർക്കിന്റെ കയ്യിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട് നമുക്ക് ആർക്കും എടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലേ? നമുക്കിനി ലെറ്റർ ആക്കിയെങ്കിലല്ല പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ള ലെറ്റർ തയ്യാറാക്കുന്നതിനെ ഈ ഓഫീസിൽ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്ന്. ഓക്കെ, ടോപ്പിലായിട്ട് നമുക്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് പുതിയൊരു ഡ്രാഫ്റ്റ്, ഒരു ലെറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പുതിയൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ്. ഓക്കെ, പുതിയൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അടുത്തത് വരുന്നത് അതിന്റെ തൊട്ട് താഴെ അടുത്ത വ്യൂ ഡ്രാഫ്റ്റ് ആണ്. ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഡ്രാഫ്റ്റുകൾ കാണാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് വ്യൂ ഡ്രാഫ്റ്റ്. ഒന്നുമില്ല, നമുക്ക് കൊടുക്കാനുള്ള റിപ്ലൈ തയ്യാറാക്കുന്നതിന് ഈ ഓഫീസിൽ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനുള്ള റിപ്ലൈ തയ്യാറാക്കാൻ വേണ്ടി ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ലെറ്റർ അവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് ആണ് നമ്മൾ പുറത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ വേർഡിന്റെ എല്ലാ ഓപ്ഷനൊന്നും ഇല്ല, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് എൻ്റർ ചെയ്ത ശേഷം ലെറ്റർ നമുക്ക് ഒന്നുകിൽ എൻ്റർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രം ടു ഒക്കെ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ടെംപ്ലേറ്റ് അപ്ലോഡിന്റെ തൊട്ട് താഴെയായിട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കിടപ്പുണ്ട്. ഇത് നമുക്ക് എല്ലാ ഓഫീസിലും ഉണ്ട്, അത്യാവശ്യം എല്ലാ GADയിലും ഉണ്ട്, GHലും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ചൂസ് ചെയ്യാം ഏതാണോ ഫോർമാറ്റ്. ഇത് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ പ്രൊസീഡിങ്സ് എടുക്കുവാണ്. എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നാമിന്റെ ഒരെണ്ണം എടുത്തത്. ഓക്കെ, ഇതേണക്കായിരിക്കും വരുന്നത്. ഒരു മിനിറ്റ്, വല്ല വേറെ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ISM പ്രൊസീഡിങ്സ്. ഓക്കെ, ഇതേണക്കായിരിക്കും പ്രൊസീഡിങ്സ് വരുന്നത്. പ്രൊസീഡിങ്സിന്റെ അതായത് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് അതിൻ്റെ തന്നെ കാണും. ഇതിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത് അടുത്തത് വരുന്നത് ISM ലെറ്റർ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ലെറ്റർ ആണെങ്കിൽ ഇതാണ്ട് കണ്ടോ, ഇത് കണക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചൂസ് ചെയ്യുമ്പോൾ ഇത് കണക്ക് വരും. കണ്ടോ, നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. പിന്നെ പ്രേക്ഷക ആരാണോ അത്, പിന്നെ പ്രേക്ഷക ഡയറക്ടറാണ്, സ്വീകർത്താവ് ആരാണോ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഈ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്യുക. സ്വീകർത്താവ് ആരാണോ അയാളുടെ പേര് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, തൊട്ട് താഴെയായിട്ട് സർ എന്താണ് സബ്ജക്റ്റ് എന്താണോ അതാണ്ടോ, വിഷയം എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. സൂചന ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബോഡി, ഇവിടെ എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്, ആ ലെറ്ററിന് എന്താണോ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുക. ഇതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇതേ ഫോർമാറ്റിൽ ലെറ്റർ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ലെറ്റർ ആയിട്ട് ടൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റ് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ട്. സേവ് കൊടുത്തിരിക്കണം. സേവ് കൊടുത്തില്ലെങ്കിൽ സേവ് ആവത്തില്ല, ഓട്ടോമാറ്റിക് സേവ് അല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ലെറ്റർ ആണ് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റർ ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഉള്ളടക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ലെറ്റർ ടൈപ്പ് ചെയ്തു. ഈ ലെറ്ററിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൂടെ അയക്കണം. ഇപ്പം വന്ന ലെറ്ററിന് എന്തെങ്കിലും നമുക്ക് നമ്മളെ കിടക്കുന്ന എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റും കൂടെ, കവറിംഗ് ലെറ്റർ മാത്രമല്ല ഒരു അറ്റാച്ച്മെന്റും കൂടി ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റിന്റെ കൂടെ തന്നെ അറ്റാച്ച്മെന്റ് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തൊട്ട് താഴെയായിട്ട് കിടപ്പുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഈ കവറിംഗ് ലെറ്ററിന്റെ കൂടെ തന്നെ പോകേണ്ടതാണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച്മെന്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കണം, കൺഫേം ആയിട്ട് ആഡ് ചെയ്തിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ താണ്ട തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ആഡ് ചെയ്ത് എന്താണോ ഇവിടെ കാണിക്കും. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്, ഇൻഡ് മാർക്കും ഉണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും. ഓക്കെ, ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്തിരിക്കണം. എന്തെങ്കിലും കൂടെ ഈ ഒരു ലെറ്ററിന്റെ കൂടെ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇത് അപ്രൂവ് ചെയ്യാവൂ. അപ്രൂവ് ചെയ്ത ഒരു ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ ഈ ഡ്രാഫ്റ്റിനെ നമ്മൾ എപ്പോഴെങ്കിലും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ, ഡ്രാഫ്റ്റിന്റെ കൂടെ പോകേണ്ടതുണ്ടെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ഇത്രയും അറ്റാച്ച് ചെയ്ത് ഡ്രാഫ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്കിത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആവില്ല. കാരണം എന്ന് പറയാം, റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഡ്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് കണ്ടോ, ഇത് നമുക്ക് എൻറ്റർ ചെയ്യാനുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് നേച്ചർ ആണ്. ന്യൂ ഓർ ഫ്രഷ് എന്നാണ്. ന്യൂ ആണോ ന്യൂ ഓർ ഫ്രഷ് എന്നാണ്, പുതിയ ഡ്രാഫ്റ്റ് ആണോ എന്നാണ്. അതോ ഏതെങ്കിലും റെസിപ്റ്റിന് റിപ്ലൈ കൊടുക്കുവാണോ എന്നാണ്. നമ്മളിത് എന്താണ് ചെയ്യുന്നത്? ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അല്ല, നമ്മളിത് റെസിപ്റ്റിന് റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ റെസിപ്റ്റിനാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഏത് റെസിപ്റ്റിനാണോ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെസിപ്റ്റ് നമ്പർ ആണ്. നമ്മൾ ഏത് റെസിപ്റ്റിനാണോ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് ആ റെസിപ്റ്റിനെ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ റിപ്ലൈ ടൈപ്പ് ഉണ്ട്. റിപ്ലൈ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫൈനൽ റിപ്ലൈ ആണോ ഇന്ററിംഗ് റിപ്ലൈ ആണോ, അതായത് ഈ ഒരു ലെറ്ററിന് നമ്മൾ കൊടുക്കുന്നത്, അങ്ങോട്ട് വന്ന് ആ റെസിപ്റ്റിന് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ ഫൈനൽ ആണോ അതോ ഇന്ററിം ആണോ, അത് പിന്നെ നമുക്ക് ഇതിനകത്ത് ആക്ഷൻ ഉണ്ടോ, അതാണ് ഈ ചോദിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി, മാൻഡേറ്ററി അല്ല. ഓക്കെ, അടുത്തത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞ ഏത് ടൈപ്പാണ്, ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ലെറ്റർ ആണോ, നോട്ട് ആണോ, ഓഫീസ് ഓർഡർ ആണോ, ഓക്കെ, പ്രൊസീഡിങ്സ് ആണോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണോ അത് ചൂസ് ചെയ്യുക. അതൊന്നും മാൻഡേറ്ററി അല്ല. നമുക്കിവിടെ മാൻഡേറ്ററി വരുന്നത് ഡ്രാഫ്റ്റ് നേച്ചർ വരുന്നുണ്ട്. ഡ്രാഫ്റ്റ് നേച്ചർ റിപ്ലൈ കൊടുത്താൽ മാത്രം റെസീപ്റ്റ് നമ്പർ ആഡ് ചെയ്താൽ മതി. ഫ്രഷ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ റെസീപ്റ്റ് നമ്പർ ആഡ് ചെയ്യേണ്ട. ഓക്കെ, ഇവിടെ ഇത് ഞാൻ റിപ്ലൈ ആയതുകൊണ്ട് റിപ്ലൈ കൊടുത്തു, റെസീപ്റ്റ് നമ്പർ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് സബ്ജക്റ്റ് ആണ് ഇതിന് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് ഏതാണോ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഡ്രാഫ്റ്റ് ഏത് ലാംഗ്വേജിലാണോ അത് സെലക്ട് ചെയ്യുക. മലയാളമാണോ മലയാളം സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് എന്താണോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ നേരത്തെ കൊടുത്ത സബ്ജക്റ്റ് എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം നമ്മൾ സേവ് കൊടുത്താൽ സേവ് ആവും. ഇതിപ്പോൾ ഞാൻ സേവ് കൊടുക്കുവാണ്. ഇതിപ്പം ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ആയി സേവ് ആയി. കണ്ടല്ലോ, ഡ്രാഫ്റ്റ് ഇതിനകത്ത് സേവ് ആയി. ഇപ്പൊ നമുക്ക് കാണുന്നത് എങ്ങനെയാണോ, നമ്മളെ ലെറ്റർ അടിച്ചിരിക്കുന്നത് എങ്ങനെയാണോ ഇത് കാണാൻ പറ്റും. ഇതാണ് കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇത്രയും വരെ നമ്മളെ ക്ലർക്ക് ലോഗിനിലോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ലോഗിനിലോ ചെയ്യുന്നത്. ക്ലർക്കോ ഫാർമസിസ്റ്റോ ഇത് ചെയ്യുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫയലിനെ ഇതാണ്ട് ഈ സെൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫയൽ ഫുള്ളായിട്ട് സെൻഡ് ആയി പോവുകയാണ്. ഓക്കെ, ഈ ഫയലിനെ നേരെ മെഡിക്കൽ ഓഫീസറിന് അല്ലെങ്കിൽ CMOക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ സെൻഡ് കൊടുക്കുന്നു. എല്ലാ സെൻഡും, റെസിപ്റ്റ് സെൻഡും ഫയൽ സെൻഡ് ചെയ്യുന്ന എല്ലാം ഒരേ ഓപ്ഷൻ ആണ് കേട്ടോ. ഇതിനകത്ത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അയാളുടെ പേരിന്റെ ആദ്യത്തെ 3 ലെറ്ററോ ഫുൾ ലെറ്ററോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. കറക്റ്റ് ഇത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, മെഡിക്കൽ ഓഫീസറിന് സെൻഡ് ചെയ്തു. മെഡിക്കൽ ഓഫീസറിന് സെൻഡ് ചെയ്താൽ മെഡിക്കൽ ഓഫീസറിന് ഇത് എവിടെ ആയിരിക്കും ചെല്ലുന്നത്? ഫയലിന്റെ ഇൻബോക്സിലായിരിക്കും ചെല്ലുന്നത്. ഓക്കെ, ഫയലിന്റെ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആയതുകൊണ്ട് ഫയലിന്റെ ക്രിയേറ്റഡിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് മെഡിക്കൽ ഓഫീസറിന് ചെന്നെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ സെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാമ്പ് ചെയ്തെന്ന് കാണാത്തത്. സെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാമ്പ് ചെയ്തെല്ലാം കാണിക്കും. ഓക്കെ, ഇത് ഇപ്പം
മെഡിക്കൽ ഓഫീസറിന് ചെന്നു. മെഡിക്കൽ ഓഫീസറിന്റെ ഇതിന്റെ ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ, ഇതിന്റെ നോട്ട് വായിച്ചു നോക്കാം. അതിനുശേഷം ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ വ്യൂ ഡ്രാഫ്റ്റ് ആയിരിക്കും എടുക്കേണ്ടത്. ടോപ്പിലായിട്ട് ഡ്രാഫ്റ്റ് എടുക്കുക, ഡ്രാഫ്റ്റിന്റെ അകത്ത് വ്യൂ ഡ്രാഫ്റ്റ് എടുക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡ്രാഫ്റ്റ് ഏതൊക്കെ ഉണ്ടോ അത് റൈറ്റ് സൈഡിലായിട്ട് ഡിസ്പ്ലേ ആയതുണ്ടാവും. ലിസ്റ്റ് ഓഫ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു, ഡ്രാഫ്റ്റ് നമ്പർ വന്നു. ഈ നീല കളറുള്ള ആ ഒരു ബ്ലൂ കളറുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റ് നമ്പറിലായിരിക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതെല്ലാം അതേപോലെ തന്നെയാണ്. ഫയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, റെസീപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യാം, ഫയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യാം, ഡ്രാഫ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡ്രാഫ്റ്റ് എങ്ങനെയാണ് നമുക്ക് കാണാൻ എടുക്കുന്നത്? ഡ്രാഫ്റ്റിന്റെ വ്യൂ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് നമുക്ക് കാണാം. ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇതെല്ലാം നമുക്ക് ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് TOC ഉണ്ട്, ഇവിടെ നമുക്ക് ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ആ 3 വരെ ക്ലിക്ക് ചെയ്യുമ്പോൾ TOC അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ആ ഡ്രാഫ്റ്റ് ലിസ്റ്റും നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കുന്ന വ്യൂ ഡ്രാഫ്റ്റും ഒരേ ഓപ്ഷനാണ്. ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഡ്രാഫ്റ്റുകളെല്ലാം ലിസ്റ്റ് ആവും. ഓക്കെ, ഇനി മെഡിക്കൽ ഓഫീസറിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് വ്യൂ ചെയ്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യും. ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കും. ഓക്കെ, എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇല്ല എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് കൊടുത്തു, എന്നിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൊടുക്കാം. ഇനിയും നമുക്ക് ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യണം, എന്തെങ്കിലും PDF വേഡോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഡോ എക്സലോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രാഫ്റ്റിനെ നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെറ്ററിന്റെ കൂടെ അത് പോവില്ല. അതായത് നമുക്ക് എന്താണോ ഇതിന്റെ കൂടെ കൊടുക്കാനുള്ള എക്സൽ ഷീറ്റോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവില്ല, ഈ ലെറ്ററിന്റെ കൂടെ പോവില്ല. ഓക്കെ, അതിന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം, ഡ്രാഫ്റ്റിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നു. മെഡിക്കൽ ഓഫീസിന്റെ കയ്യിലാണ് ഇത് കിടക്കുന്നത്. എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു, അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചെയ്യേണ്ടത് മെഡിക്കൽ ഓഫീസ് ചെയ്യേണ്ടതെന്നോ വായിച്ചു നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഡ്രാഫ്റ്റിനെ അപ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്രൂവ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പോപ്പപ്പ് വരും. വേറൊന്നുമല്ല, ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലെറ്ററിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാണ് ഇത് വരുന്നത്, പോപ്പപ്പ് വരുന്നത്. ഓക്കെ, അത് യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് അപ്രൂവ് ആയി. ഓക്കെ, ടോപ്പിലായിട്ട് നോക്കിയാൽ മതി, ഡ്രാഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കിടക്കും, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കിടക്കും. നമ്മൾ അപ്രൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കിടക്കുന്നത് DFA എന്നായിരിക്കും കിടക്കുന്നത്, ഡ്രാഫ്റ്റ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നമുക്ക് അപ്രൂവ്ഡ് എന്ന് കിടക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ അപ്രൂവ് ആയി. ഇനി ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് സൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് സൈൻ ചെയ്യാം. സൈൻ ചെയ്യാൻ നമുക്ക് 3 ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഒന്ന് E-സൈൻ ആണ് വരുന്നത്. E-സൈൻ എന്ന് പറഞ്ഞാൽ ആധാർ ബേസ്ഡ് സൈൻ ആണ് വരുന്നത്, E-സൈൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് DSC സൈൻ ആണ്. നമ്മൾ DSC ടോക്കൺ യൂസ് ചെയ്ത് സൈൻ ചെയ്യുന്നതാണ് DSC സൈൻ. എല്ലാവർക്കും കാണും, DSC ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇങ്ക് സൈൻ ആണ്. നമുക്കിപ്പോൾ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ക് സൈൻ ചെയ്യാം. ഈ ഒരു ലെറ്റർ നമുക്ക് ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇതിനെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ മാനുവലായിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ലെറ്ററിനെ സ്കാൻ ചെയ്ത് ഇതിനുള്ളിലേക്ക് കയറ്റി സ്കാൻ ചെയ്ത് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ഈ ഇങ്ക് സൈൻ കൊടുത്ത് ആ ലെറ്ററിനെ അപ്ലോഡ് ചെയ്ത്, അതായത് അങ്ങനെ മാനുവലായിട്ട് സൈൻ ചെയ്തതിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇങ്ക് സൈൻ ചെയ്യാൻ പറ്റും, ഫിസിക്കലായിട്ട് സൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് ഇങ്ക് സൈൻ ചെയ്ത് DMO ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല, ഇങ്ക് സൈൻ അക്സെപ്റ്റ് ചെയ്യില്ല. E-സൈൻ അല്ലെങ്കിൽ DSC ആയിരിക്കണം നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്. ഓക്കെ, എനിക്കിവിടെ DSC ഇല്ല, നിങ്ങൾക്ക് DSC ഉണ്ടെങ്കിൽ അത് ഓക്കെ. ഇതിനിപ്പം മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ E-സൈൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് ആധാർ ബേസ്ഡ് സൈൻ ആണ്. E-സൈൻ എന്ന് പറയുന്നത് ആധാർ ബേസ്ഡ് ആണ്. E-സൈൻ ആണെങ്കിൽ 2 ഓപ്ഷൻ ആണ് വരുന്നത്, കസ്റ്റം സൈനും ഉണ്ട്, ഡീഫോൾട്ടും ഉണ്ട്. അതേപോലെ തന്നെ DSC സൈൻ എടുത്തു കഴിഞ്ഞാലും കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. നമ്മൾ അതായത് E-സൈൻ ആണെങ്കിലും DSC സൈൻ ആണെങ്കിലും നമ്മൾ കസ്റ്റം എടുക്കുക. ഇവിടെ നമുക്ക് കസ്റ്റം വിത്ത് OTP ഉണ്ട്. E-സൈൻ ആണെങ്കിൽ കസ്റ്റം വിത്ത് OTP ആണ്. ഓക്കെ, OTP ബേസ്ഡ് ആയിരിക്കണം നമ്മൾ സൈൻ ചെയ്യുന്നത്. അതായത് E-സൈൻ എന്ന് പറയുന്നത് ആധാർ ബേസ്ഡ് ആണ്, ആധാറിൽ OTP ബേസ്ഡ് സൈൻ ചെയ്യാം. ഓക്കെ, DSC ആണെങ്കിൽ കസ്റ്റം എന്നുള്ളത് മാത്രമാണ് വരുന്നത്, ഈ വിത്ത് OTP ഫിംഗർ പ്രിന്റ് ഇങ്ങനെ ഓപ്ഷൻ വരില്ല. ഓക്കെ, വിത്ത് OTP എന്നുള്ളത് ഞാൻ കൊടുക്കുവാണ്.
ഓക്കെ, വിത്ത് OTP എന്ന് കൊടുത്താൽ ഈ ഒരു പേജ് വരും. ഇതിൽ നമുക്ക് എവിടെയാണോ നമുക്ക് സൈൻ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ കസ്റ്റം കൊടുക്കുന്നത്. ഡീഫോൾട്ട് കൊടുക്കുവാണെങ്കിൽ, അതായത് ഡീഫോൾട്ട് ആയിട്ട് ഒരു സൈനേ വരൂ. അതായത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു സൈൻ വരും ഡീഫോൾട്ട് കൊടുക്കുവാണെങ്കിൽ. ചിലപ്പോൾ അത് രണ്ടാമത്തെ പേജിലേക്കൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇത് എവിടെയാണോ സൈൻ ചെയ്യേണ്ടത് അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്നുമില്ല, എവിടെ സൈൻ ചെയ്യണോ അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സൈൻ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇല്ല, രജിസ്റ്റർ ചെയ്യണം, ആർക്കെങ്കിലും DSC ഇൻസ്റ്റാൾ ചെയ്യാനോ ഈ സൈൻ രജിസ്റ്റർ ചെയ്യാനോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തു തരണമെങ്കിൽ തരാം. Anydesk അൾട്രാവ്യൂവർ വിട്ട് ചെയ്തു തരാം. ഓക്കെ, ഇതിപ്പം ഇതെൻ്റെ ആധാർ ഞാൻ ഇതിൻ്റെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആധാറിന്റെ അതുകൊണ്ട് ലാസ്റ്റ് 3 ഡിജിറ്റ് ആയിരിക്കും ഇതിൻ്റെ ചോദിക്കുന്നത്. നമ്മൾ ആധാറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ചോദിക്കും. ഓക്കെ, എൻ്റെ ആധാറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ സീഡിന്റെ സൈഡിലേക്ക് പോകും. ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്ക് ഗെറ്റ് OTP എന്ന് പറയുന്നത് മാത്രമേ കൊടുക്കാനുള്ളൂ. ഇവിടെ ആധാർ എൻ്റർ യുവർ ആധാർ നമ്പർ എന്ന് കിടപ്പുണ്ട്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. ഗെറ്റ് OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുകയോ സബ്മിറ്റ് ചെയ്യുകയോ, ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അതായത് വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ അകത്ത് സൈൻ എടുക്കുന്നു. സൈനിൻ്റെ അകത്ത് കസ്റ്റം കൊടുക്കുന്നു. കസ്റ്റം വിത്ത് OTP കൊടുക്കുന്നു. OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റർ ചെറുതായിട്ട് കാണിക്കും. അതിൻ്റെ അത് സൈൻ ചെയ്യേണ്ട എവിടെയാണോ നമുക്ക് അത് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നേരെ ഒരു വിൻഡോ കാണിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ആധാറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ചോദിക്കും. ഓക്കെ, ആ 3 ഡിജിറ്റ് എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നേരെ ഒരു സൈഡിലേക്ക് വരുന്നു. അവിടെ ഗെറ്റ് OTP കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് സൈൻഡ് ആവും. ഓക്കെ, ആ ഡ്രാഫ്റ്റ് സൈൻഡ് ആയി. ഇപ്പൊ നോക്കിയാൽ മതി, ഡ്രാഫ്റ്റ് സ്റ്റേറ്റ് സൈൻഡ് ആയി. ഇവിടെ സൈൻ കാണിക്കുകയും ചെയ്യും. ഇതാണ് കണ്ടോ, സൈൻഡ് ബൈ മിഥുൻ എം, ഡേറ്റ്, ടൈം. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ലെറ്റർ നമുക്ക് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. പുറത്തേക്ക് കൊടുക്കണമെന്ന് എവിടെ നിന്നാണ്? CRUവിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഫയല് സെൻഡ് ചെയ്ത് CRUവിന് കൊടുക്കുക. ഈ ഫയലിനെ സെൻഡ് ചെയ്ത് CRUവിന് കൊടുക്കുക. CRU എന്നിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്ത്, ഓക്കെ, നമുക്ക് പുറത്തേക്ക് നമ്മൾ ഈ ലെറ്റർ മാത്രമാണല്ലോ കൊടുക്കുന്നത്. അന്നേരം ഡ്രാഫ്റ്റ് അല്ലേ ഈ കിടക്കുന്നത്. ഓക്കെ, വ്യൂ ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഈ ഡ്രാഫ്റ്റ് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിനെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് പുറത്തേക്ക് കൊടുക്കുന്നതിനെ നമ്മൾ ഓഫീസിൽ പറയുന്ന പേര് ഡിസ്പാച്ച് ചെയ്യുക എന്നാണ്. അതിനു വേണ്ടി നമുക്ക് ഇനിഷ്യേറ്റ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ഈ ലെറ്ററിനെ നമുക്ക് പുറത്തേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ലെറ്റർ കാണിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് സെൻഡ് ഓർ ഡിസ്പാച്ച് വിത്ത് ഫോളോ അപ്പ് ഉണ്ട്, സെൻഡ് ഓർ ഡിസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ് ഉണ്ട്. ഇത് നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആർക്കാണോ പോകേണ്ടത് അയാളെ ആഡ് ചെയ്താൽ, അതായത് സെൻഡ് ചെയ്യേണ്ട ആ ടു അഡ്രസ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അയാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഓഫീസ് ടു ഓഫീസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഓഫീസിൽ നിന്ന് മെയിലിലേക്ക് സെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഓഫീസ് ടു ഓഫീസ് സെൻഡ് ചെയ്യുന്നതും മെയിലിലേക്ക് സെൻഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഡ്രാഫ്റ്റിനകത്ത് ഇനിഷ്യേറ്റ് ഡിസ്പാച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ടു അഡ്രസ്സ് ആരെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അയാളെ അഡ്രസ്സ് ആഡ് ചെയ്യണം. മെയിൽ ID ആണെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇല്ല വേറെ ഏതെങ്കിലും ഓഫീസിലേക്ക് പോകാനാണെങ്കിൽ ആ ഓഫീസിലെ അഡ്രസ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ആഡ് റെസിപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, ആഡ് റെസിപ്പിയൻസ്. ഓക്കെ, ആഡ് റെസിപ്പിയൻസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടു അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്തു. അതിനു വേണ്ടി നമ്മൾ ആഡ് റെസിപ്പിയൻസ് എന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3 ഓപ്ഷൻ വരുന്നുണ്ട്. ടോപ്പിലായിട്ട് നോക്കിയാൽ മതി. പബ്ലിക് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇൻട്രാ ഇ ഓഫീസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഇന്റർ ഇ ഓഫീസ് എന്ന് പറഞ്ഞും വരുന്നുണ്ട്. ഓക്കെ, പബ്ലിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പബ്ലിക്കിന് വേണ്ടി സെൻഡ് ചെയ്യാതെ കൊടുക്കാൻ, ഇപ്പോൾ പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഇമെയിൽ ആയിട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് പബ്ലിക് ഇടുക. ഓക്കെ, എന്നിട്ട് ആളുടെ പേര് എൻ്റർ ചെയ്യുക. ഓക്കെ, അഡ്രസ് എൻ്റർ ചെയ്യുക. ഇവിടെ മെയിൽ ഐ ഡി, മെയിൽ അയക്കാനാണെങ്കിൽ മെയിൽ ഐ ഡി, ഇമെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ ആഡെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്താണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്? മാൻഡേറ്ററി ഫീൽഡ് നോക്കിയാൽ മതി. നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. മെയിൽ അയക്കാനാണെങ്കിൽ മെയിൽ ഇവിടെ മാൻഡേറ്ററി അല്ല. ഓക്കെ, മെയിൽ ഉണ്ടെങ്കിൽ കൊടുത്തേക്കുക. കൊടുത്തു കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആഡെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് കാണിക്കുന്ന വേറൊന്നുമല്ല, മെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ് ഇതല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, മെയിൽ ഐ ഡി ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ TTT എന്നുള്ളത് ഇപ്പൊ ഞാൻ ആഡ് ചെയ്തതാണ്. റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും ആഡ് ചെയ്തത്. ആഡായി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്ത് കളയുക. ഇത് നമ്മൾ പബ്ലിക്കിന് സെൻഡ് ചെയ്യുകയാണ്, മെയിൽ അയക്കാൻ പോവുകയാണ്. ഓക്കെ, ആഡായിട്ടുണ്ട്. നമ്മളിപ്പം അഡ്രസ് ആഡായിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഇത് നമുക്ക് അയക്കേണ്ടത് ആർക്കാണ്? ഈ TT എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. മറ്റേത് ഞാൻ ക്ലോസ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഇത് മാത്രം മതി. ഇത് നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം മെയിൽ അയക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മെയിലാണെങ്കിൽ മെയിൽ അയക്കാം. ഇല്ല, നമുക്ക് മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തേക്കാം. നേരത്തെ മെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ആ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്ഡേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്ന. മെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ PM വരും, ഇവിടെ EM വരും. P എന്ന് പറയുന്നത് പോസ്റ്റലാണ്, E എന്ന് പറയുന്ന ഇമെയിലാണ്. ഞാൻ ഇവിടെ ഇമെയിൽ അയക്കാനാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇമെയിൽ മെസ്സേജ് എന്താണോ ഇമെയിൽ മെസ്സേജ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇമെയിൽ മെസ്സേജും സബ്ജക്റ്റും എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ആഡായി കഴിയും. ഇവിടെ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ അയച്ചു കൊടുക്കേണ്ട ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് നടക്കുന്നു. അതേപോലെ തന്നെ കൂടെ അറ്റാച്ച് ചെയ്തിരുന്നത് ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു. ഇപ്പൊ ആ ടിക്ക് വീണുണ്ടോ ഈക്കകത്ത്? ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു റെസിപ്പിയന്റിനെ ആഡ് ചെയ്യുന്നു. ആഡ് റെസിപ്പിയന്റ് എടുക്കുന്നു, പബ്ലിക് കൊടുക്കുന്നു. നമ്മൾ ആ നെയിമോ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുന്നു, അഡ്രസ് ആഡ് ചെയ്യുന്നു, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുത്തു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് എപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെൻഡ് ആവത്തില്ല. കാരണം ഇവിടെ ചോദിക്കുന്നതെന്ന് പറയാം, പ്ലീസ് ഫിൽ പോസ്റ്റൽ ഓർ ഇമെയിൽ ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ പോസ്റ്റലാണോ ഇമെയിൽ ആണോ എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്നുള്ളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇമെയിൽ അല്ലേ, അപ്പോൾ എന്നുള്ളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഓൾറെഡി നമ്മളിവിടെ മെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി സബ്ജക്റ്റ് ഇമെയിൽ മെസ്സേജും ആഡ് ചെയ്ത ശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഇവിടെ ടിക്കാവും. ടിക്കായി. ഓക്കെ, ഇനി ഇത് നമ്മൾ ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ്, മാക്സിമം വിത്തൗട്ട് ഫോളോ അപ്പ് കൊടുത്താൽ മതി. അത് വേറൊന്നുമില്ല, ഫോളോ അപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ളതാണ്. വിത്തൗട്ട് ഫോളോ അപ്പ് കൊടുത്തിരുന്നാൽ മതി. ഇനി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇമെയിലാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെൻഡ് ആവും, ഡെസ്പാച്ച് ആവും. ഇനി ഇത് പബ്ലിക്കിന് സെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മളൊരു DMO ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. DMO ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻട്രാ ഇ ഓഫീസും വരുന്നുണ്ട്, ഇന്റർ ഇ ഓഫീസും വരുന്നുണ്ട്. ഇൻട്രാ ഇ ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വരുന്ന എല്ലാ ഓഫീസുകളും ഇൻട്രാ ഇ ഓഫീസിന്റെ അകത്ത് വരും. അതായത് നമ്മൾ ISMന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഓഫീസുകളും ഇൻട്രാ ഇ ഓഫീസ് വരും. അവിടെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള ഇ ഓഫീസിലേക്ക് സെൻഡ് ചെയ്യാനാണെങ്കിൽ ഇൻട്രാ ഇ ഓഫീസ് എടുത്താൽ മതി. അതിൽ നമുക്ക് ഏത് ഓഫീസാണോ അത് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസ് എടുക്കാം. ഓക്കെ, കോട്ടയം എടുക്കുവാണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് കോട്ടയം എടുത്തു. ഓക്കെ, കോട്ടയം എടുത്തു കഴിഞ്ഞാൽ കോട്ടയത്തെ എവിടേക്കാണ്? CRUയിലേക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ ഓഫീസിലെ CRUയിൽ നിന്ന് നമ്മളെ എങ്ങോട്ടാണോ സെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഏത് ഓഫീസിലോട്ടാണോ സെൻഡ് ചെയ്യുന്നത് ആ ഓഫീസിന്റെ CRUയിലേക്കായിരിക്കണം സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ CRU എന്ന് സെർച്ച് ചെയ്താൽ മതി. ഏത് ഓഫീസ് എടുക്കുക, ഓഫീസിന്റെ CRU എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ CRU ഏതൊക്കെയാണോ അത് കാണിക്കും. ഇവിടെ 2 എണ്ണം കാണിക്കുന്നുണ്ട്. 2നെ സെലക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, 2നെ സെലക്ട് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു.
ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കാണിക്കും. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, 2 ആഡായി. ഇനി ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കും. ഇത് ആഡ് ചെയ്യുന്നതിന് മെയിലോ ഒന്നുമല്ല, മെയിലേക്കോ ഒന്നുമല്ല. നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ് കൊടുത്താൽ മതി, ഡയറക്റ്റ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ഏതാണോ ഓഫീസ്, ആ ഓഫീസിനെ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്ത ശേഷം നമ്മൾ CRU സെർച്ച് ചെയ്തെടുക്കുന്നു. ആ CRUവിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ഡിസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ പോകും. ഓക്കെ, ഞാൻ ഇതിപ്പോൾ പബ്ലിക്കിന് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മെയിൽ ID എല്ലാം കൊടുത്തു, എല്ലാ അഡ്രസ്സ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ കൊടുത്തു, എന്നിട്ട് ആഡ് ചെയ്തു. ഇത് പബ്ലിക്കിനാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്, ഒരു മെയിലിലാണ് അയക്കുന്നത്. മെയിൽ അയക്കാനാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്തു, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക മെയിലാണെങ്കിൽ. ഇതിനെ നമുക്ക് ടിക്ക് ആക്കണ്ടേ, അതിന് വേണ്ടിയാണ്, ടിക്ക് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഏതാണോ, ഇപ്പം പോസ്റ്റലാണോ ഇമെയിലാണോ എന്നുള്ളത് ടിക്ക് കൊടുക്കുക. അണ്ട് ഇവിടെ അല്ലാതെ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം നമ്മൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആണെങ്കിൽ പോസ്റ്റലാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇമെയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് എന്ന് കൊടുക്കുക, സബ്ജക്ട് എന്താണെന്ന് കൊടുക്കുക, സബ്ജക്ട് എന്താണെങ്കിലും അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇമെയിൽ മെസ്സേജ് എന്താണോ അതും കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മെയിലിൻ്റെ അകത്ത് ടിക്ക് വീണിട്ടുണ്ട്. ഇനി നമ്മൾ ഡെസ്പാച്ച് വിത്തൗട്ട് ഫോളോ അപ്പ് എന്ന് കൊടുക്കുക. ഇത് ഇത്രയും നേരം കിടക്കുന്ന എവിടെയാണ്? ഡ്രാഫ്റ്റിന്റെ അകത്ത്, വ്യൂ ഡ്രാഫ്റ്റിലാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നോക്കിക്കോണം, നമ്മൾ ഡെസ്പാച്ച് ചെയ്യുവാണ്, ഇതിപ്പോൾ സെൻഡ് ചെയ്യുവാണ്. ഞാൻ ഇതിപ്പോൾ സെൻഡ് വിത്തൗട്ട് ഫോളോ അപ്പ് കൊടുത്തു, സെൻഡ് ചെയ്ത് കഴിഞ്ഞു. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെൻഡ് ചെയ്തത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഇഷ്യൂവിൻ്റെ അകത്ത്, സെൻഡിൻ്റെ അകത്ത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോന്നിൻ്റെ അകത്ത് ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൻ്റെ അകത്ത് സെൻഡ് കാണിക്കുമായിരുന്നു. ഈ ഫയലിനുള്ളിലെ ഈ ഡ്രാഫ്റ്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്തത്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ ഇഷ്യൂവിൻ്റെ അകത്ത്, സെൻഡിൻ്റെ അകത്താണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക് കിടക്കുന്ന ഇഷ്യൂവിൻ്റെ അകത്ത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ സെൻഡ് ചെയ്ത ഡ്രാഫ്റ്റുകളെല്ലാം കാണിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് നോക്കിയാൽ മതി. ഇപ്പം ഡ്രാഫ്റ്റിൻ്റെ അകത്ത് വ്യൂ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് കാണിക്കില്ല. ഓക്കെ, ഡ്രാഫ്റ്റ് സൈൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്ന എവിടെയാണ്? TOCക്കകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻവേഡ് ഔട്ട്വേഡ് കമ്മ്യൂണിക്കേഷൻസ്. ഇതാണ് ഞാൻ ഇപ്പോൾ അയച്ച ലെറ്റർ. ഇത് ഞാൻ പുറത്തേക്ക് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നത് TOCക്കകത്തായിരിക്കും. റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് വരുന്ന അതാണ്ടോ TOC എന്ന് പറയുന്നത് ഈ ഓപ്ഷനിലായിരിക്കും. ഈ ഇൻവേഡ് ഔട്ട്വേഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന റിസീവ്ഡ് ലെറ്റേഴ്സ്, റെസിപ്റ്റ് ഫുള്ള് ഇതിൻ്റെതായിരിക്കും, TOCക്കകത്തായിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ ലെറ്ററുകളെല്ലാം കാണിക്കുന്നതും TOCക്കകത്തായിരിക്കും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ഒന്നും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കാത്തത് കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ട് പോലുമില്ല, ഒരുപാട് മനസ്സിലായി. ജസ്റ്റ് ഒരു ഇത് മാത്രമേ കാണൂ. ഒന്ന് കയറി നോക്കുക, എല്ലാവരും ഒന്ന് കയറി ചെയ്യാൻ പറ്റുന്നോ ഇല്ലെന്ന് നോക്കുക, എല്ലാ ഓപ്ഷൻസും ഒന്ന് പരിചയപ്പെടുക. ഞാൻ ഒരു ട്രെയിനിങ് കൂടെ തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഇല്ലേ, ഞാൻ എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോ എല്ലാരും. 9958882145. പേര്? മിഥുൻ. താങ്ക് യു. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഫീസിന്റെ വർക്ക് ഫ്ലോ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാവൂ. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ റെസിപ്റ്റ് എന്ന് പറയുന്നു, ഫയൽ എന്ന് പറയുന്നു. ഈ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ലെറ്റർ ആണ്. അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു ലെറ്റർ കൊണ്ടു തന്നാൽ നമ്മൾ അതിനെ റെസിപ്റ്റ് ആക്കും. ഓക്കെ, ആ വരുന്ന ലെറ്റർ ഉണ്ടല്ലോ, അത് ആ പറയുന്ന പേരാണ്, അതിനെ നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കുന്നതിനെ പറയുന്ന പേരാണ് റെസിപ്റ്റ് എന്നുള്ളത്. അല്ലാതെ ഫിസിക്കലായിട്ടാകുമ്പോൾ നമ്മൾ അതിനെ തപാലെന്ന് പറയും. ഓക്കെ, ഇപ്പൊ ലെറ്റർ ആണെങ്കിലോ, ഇപ്പോൾ നമ്മൾ ഓഫീസിലെ ഇപ്പോൾ ഒരു വാട്ടർ ബില്ലോ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ ആണെങ്കിലോ ഇതിനെല്ലാം നമ്മൾ റെസിപ്റ്റ് ആണ് ആക്കുന്നത്. ഓക്കെ, ആ റെസിപ്റ്റിന് മുകളിലാണ് നമ്മൾ ആ റെസിപ്റ്റിനെ നമ്മളൊരു ഫയലിലേക്ക് ആക്കിയിട്ടാണ് അതിനൊരു ആക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു കറണ്ട് ബില്ലാന്ന് വിചാരിച്ചു,
ആ കറണ്ട് ബില്ലിനെ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഈ ഓഫീസിലേക്ക് ആക്കും. ഈ ഓഫീസിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന പേര് റെസിപ്റ്റ് എന്നാണ്. ആ റെസിപ്റ്റിനെ നമ്മളൊരു ഫയലിലേക്ക് ആക്കും. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയലിനുള്ളിലേക്ക് ആക്കും. ഓക്കെ, ആ ഫയലിനുള്ളിലാക്കിയിട്ട് ആ ഫയലിൽ നമുക്ക് ആ ബില്ലിനുള്ള ആക്ഷൻ എടുക്കണം. അത് പേയ്മെന്റ് പോകണ്ടേ, അതിനുള്ള ആക്ഷൻ നമ്മൾ ആ ഇതിലായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കവറിംഗ് ലെറ്റർ വെക്കും. ഓക്കെ, നമുക്ക് ഇപ്പം ആ ബില്ല് കിട്ടി, ബില്ലിനുള്ള ഫണ്ട് ചോദിച്ചുകൊണ്ട് DMO ഓഫീസിലേക്ക് നമ്മൾ ലെറ്റർ അയക്കുവാണ്. ഓക്കെ, ബില്ല് കിട്ടിയതിൻ്റെ ബില്ലിന്റെ കോപ്പി വെച്ചു, അതാണെങ്കിൽ നമ്മളെ റെസിപ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ റെസിപ്റ്റിനെ ഒരു ഫയലിനുള്ളിലേക്ക് ആക്കും. ആ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഫയലിൻ്റെ അകത്ത് നമ്മൾ നോട്ടെല്ലാം എഴുതി, എന്നിട്ട് നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്തല്ലേ DMO ഓഫീസിലേക്ക് കൊടുക്കേണ്ടത്, ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ്. ആ ലെറ്റർ നമ്മൾ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഓഫീസിൽ പറയുന്നത്. ഡ്രാഫ്റ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ആ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നു. ടൈപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ലെറ്ററിനെ DMO ഓഫീസിലേക്ക് കൊടുക്കണമെങ്കിൽ, നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സൈൻ വേണം. സൈൻ ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റിനെ അപ്രൂവ് ചെയ്താൽ മാത്രമേ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരൂ. നോക്കി അപ്രൂവ് ചെയ്യുക, നോക്കിയിട്ട് അപ്രൂവ് ചെയ്യുക. ഇതിന്റെ കൂടെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്തിട്ട് ആ ലെറ്ററിനെ സൈൻ ചെയ്യുക. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ CRUവിന് ഫയൽ അയച്ചു കൊടുക്കുക. ആ ഒരു ഫയൽ നമുക്ക് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷനും അകത്തേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷനും നടക്കേണ്ട CRU വഴിയായിരിക്കണം ഈ ഓഫീസിൽ. ഓക്കെ, അപ്പോൾ CRUവിന് അയച്ചു കൊടുത്തിട്ട് CRU അവിടുന്ന് ആ ലെറ്റർ, ആ ഡ്രാഫ്റ്റിനെ മാത്രം CRU DMO ഓഫീസിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഫയൽ നമുക്ക് ഇവിടെ തന്നെ കാണുകയും ചെയ്യും. ഓക്കെ, ഈ വർക്ക് ഫ്ലോ ആണ് ഏറ്റവും മെയിൻ. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ഒരുപാട് ടൈമായി. ഇത്രയും ഞാൻ റെസിപ്റ്റ് മാത്രമാണ് ഇന്ന് പറയണമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ ഓരോന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, ഫയൽ ക്രിയേറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്ക്. ഓക്കെ, റെസിപ്റ്റും ഫയലും ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്ക്. അന്നേരത്തേക്ക് അടുത്ത ആഴ്ചയായിട്ട് ഞാൻ ഒരു ട്രെയിനിങ്ങും കൂടെ തരാം. അന്നേരം ഓക്കെ ആവും. എല്ലാവരും ഫസ്റ്റ് പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്യുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഓഫീസിനുള്ളിലേക്ക് കയറി, എന്നിട്ട് ഇത്രയും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഫയലിനുള്ളിലേക്ക് ഒരു റെസിപ്റ്റ് ആക്കി ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വരെ ജസ്റ്റ് ഒന്ന് നോക്ക്. ഓക്കെ, സ്റ്റക്ക് ആവും പലയിടത്തും, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു ട്രെയിനിങ് കൂടെ തരാം. ജസ്റ്റ് അകത്തെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടിരി. പിന്നെ അക്കോപ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓഫീസിനുള്ളിലേക്ക് കയറാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഞാൻ VPN ക്രിയേഷനും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂസർ ID പാസ്വേഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട DMO ഓഫീസിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അത് എൻട്രി ചെയ്തിട്ടായിരിക്കണം കയറേണ്ടത്. അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഞാൻ ഇട്ട് തരാം. അത് ഞാൻ മാക്സിമം എല്ലാവർക്കും ഇട്ട് തരാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. നമുക്ക് വേറൊന്നുമില്ല, evpn.kerala.gov.in ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാവൂ. evpn.kerala.gov.in ഈ ഒരു സൈറ്റിലാണ് കയറേണ്ടത്. കയറി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അത് ഡൗൺലോഡ് അക്കോപ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഹൈ സെക്യൂർ ക്ലയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. നമ്മളെ സിസ്റ്റം ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടുവിനുള്ള വേർഷൻ കിടപ്പുണ്ട്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനുള്ള വേർഷൻ കിടപ്പുണ്ട്. ഓക്കെ, അത് ഏതാണോ അത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അത് ചോദിക്കുന്ന മൂന്ന് ഓപ്ഷൻസേ ഉള്ളു. അത് ഈ ചോദിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഹൈ സെക്യൂർ സെർവർ ആണ് ചോദിക്കുന്നത്. അവിടെ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ സൈറ്റ് അഡ്രസ് ഉണ്ടല്ലോ, evpn.kerala.gov.in ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അതിന്റെ മാനുവൽ ഇടാം. ബാക്കി നിങ്ങളെ യൂസർ ID പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക. എന്നിട്ട് കയറാൻ പറ്റും. ഇവിടെ KES1 ആയതുകൊണ്ടാണ് എനിക്ക് അത് കാണിക്കാൻ പറ്റാത്തത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ DSC ഇൻസ്റ്റാൾ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ.